Hello everyone. എല്ലാവർക്കും സഹകാരി റേസ് പ്ലസ് HSST Commerce പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പോർട്ട്ഫോളിയോ റിവിഷൻ എന്താണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലാസ്സുകളിലായിട്ട് നമ്മൾ എങ്ങനെയാണ് പോർട്ട്ഫോളിയോ സെലക്ഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട അനാലിസിസ് എങ്ങനെ നടത്തണം, അതിൽ വരുന്ന റിസ്ക് എലമെൻറ്റിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണം, ഏതൊക്കെ തരത്തിലുള്ള റിസ്ക് എലമെൻറ്റ്സ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് പോർട്ട്ഫോളിയോ റിവിഷൻ. അപ്പോൾ നമ്മൾ പോർട്ട്ഫോളിയോ എന്താണെന്ന് പറഞ്ഞു അല്ലേ, ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് സെക്യൂരിറ്റീസിനെയാണ് നമ്മൾ പോർട്ട്ഫോളിയോ എന്ന് പറയുക, അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് സെക്യൂരിറ്റീസിനെയാണ് നമ്മൾ പോർട്ട്ഫോളിയോ എന്ന് പറയുക. അപ്പോൾ പോർട്ട്ഫോളിയോ സെലക്ഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അതിനെ എങ്ങനെയൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്നൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പോർട്ട്ഫോളിയോ സെലക്ഷൻ കഴിഞ്ഞ് അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജോബ് കഴിയുന്നില്ല, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ടാസ്ക് ഒരിക്കലും പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്തതിലൂടെ മാത്രം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എൻഡ് ആകുന്നില്ല, അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് പോർട്ട്ഫോളിയോ റിവിഷൻ. അപ്പോൾ ആ ഒരു പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അല്ലേ, റിവൈസ് ചെയ്യാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്ത പോർട്ട്ഫോളിയോനെ റിവൈസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെന്താണ് അത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കി, പെർഫോം ചെയ്യുന്നില്ല എന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, റിവൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത്തരത്തിൽ വീണ്ടും ഒരു അനാലിസിസ്, നമ്മളൊന്ന് റിവൈസ് ചെയ്യുന്ന, നമ്മുടെ പോർട്ട്ഫോളിയോൻ്റെ പെർഫോമൻസിനെ അനലൈസ് ചെയ്ത് റിവൈസ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പിനെയാണ് നമ്മൾ എന്ത് പറയുക, പോർട്ട്ഫോളിയോ റിവിഷൻ എന്ന് പറയാം. പോർട്ട്ഫോളിയോ റിവിഷൻ ഈസ് ദി പ്രോസസ് ഓഫ് അഡ്ജസ്റ്റിംഗ് ദ എക്സിസ്റ്റിംഗ് പോർട്ട്ഫോളിയോ ബൈ പോർട്ട്ഫോളിയോ അപ്ഗ്രേഡിംഗ് ആൻഡ് പോർട്ട്ഫോളിയോ റീബാലൻസിങ്. ഓക്കെ, ഇവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ എക്സിസ്റ്റിംഗ് പോർട്ട്ഫോളിയോനെ അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഓൾറെഡി ഒരു പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം, 3 ഷെയർ 4 ഡിബഞ്ചറൊക്കെ വെച്ച് ഒരു പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. അതിനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പോർട്ട്ഫോളിയോ റിവിഷൻ എന്ന് പറയാം. ഇനി എങ്ങനെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക, ബൈ അപ്ഗ്രേഡിംഗ് ആൻഡ് പോർട്ട്ഫോളിയോ റീബാലൻസിങ്. നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യാം, ഒന്നല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യുക, അതായത് പുതിയ സെക്യൂരിറ്റീസിനെ ഇൻവോൾവ് ചെയ്യുക, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുക, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, റീബാലൻസിങ് ചെയ്തിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് പറ്റും. ഇനി എന്തിനാണ് പോർട്ട്ഫോളിയോ റിവിഷൻ കണ്ടക്ട് ചെയ്യുന്നത്, സോ ആസ് ടു എൻഷുർ മാക്സിമം പോർട്ട്ഫോളിയോ റിട്ടേൺ വിത്ത് മിനിമം പോർട്ട്ഫോളിയോ റിസ്ക്. ഇത് തന്നെയാണല്ലേ നമ്മുടെ പോർട്ട്ഫോളിയോൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ സെലക്ഷൻ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്താണ്, മാക്സിമം പോർട്ട്ഫോളിയോ റിട്ടേൺ വിത്ത് മിനിമം റിസ്ക് അല്ലേ. നമുക്ക് എപ്പോഴും എന്ത് വേണം, നമുക്ക് ഏറ്റവും കൂടുതൽ റിട്ടേൺ വേണം. പക്ഷേ നമുക്ക് എന്താണ്, അറ്റ് ഗിവൺ ലെവൽ ഓഫ് റിസ്ക് മാത്രമേ, ഗിവൺ ലെവൽ ഓഫ് റിസ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു റിട്ടേൺ നമുക്ക് ഏൺ ചെയ്യാനായിട്ട് ഇൻവെസ്റ്റർ പ്രിഫർ ചെയ്യുള്ളൂ. അപ്പം ഇത്തരത്തിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് പോർട്ട്ഫോളിയോയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി, എങ്ങനെയൊക്കെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുക, ഒന്നല്ലെങ്കിൽ അപ്ഗ്രഡേഷൻ വഴിയോ അല്ലെങ്കിൽ റീബാലൻസിങ് വഴിയോ, അപ്ഗ്രഡേഷനോ റീബാലൻസിങ്ങോ ചെയ്ത് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി നമുക്ക് മാക്സിമം റിട്ടേൺ അറ്റ് മിനിമം റിസ്ക് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റീനെയാണ് പോർട്ട്ഫോളിയോ റിവിഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ചൂസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുള്ള പോർട്ട്ഫോളിയോൻ്റെ പെർഫോമൻസിനെ അനലൈസ് ചെയ്ത് നമ്മൾ അതിൽ നടത്തുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോസസ്സിനെയാണ് നമ്മൾ പോർട്ട്ഫോളിയോ റിവിഷൻ എന്ന് പറയുന്നത്. ചേഞ്ചിങ് ദ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് യു ഹോൾഡ്, ദ പ്രൊപ്പോർഷൻ ഓഫ് ഫണ്ട്സ് അലോക്കേറ്റഡ് ടു ഈച്ച് ഓർ ബോത്ത്. ഇവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത്, ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ അലോക്കേഷൻ ഓഫ് ഫണ്ട് നമ്മൾ ചേഞ്ച് ചെയ്യാം. മേ ബി ഞാൻ ഇക്വിറ്റി ഷെയറിൽ ഒരു 1 lakh rupees ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഇക്വിറ്റി ഷെയറിൽ ഒരു 1 lakhഉം 50,000 ഡിബഞ്ചറിലുമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. സപ്പോസ് ഞാൻ ഇതിന് റിവൈസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുകയാണ് എന്ത്, ഇക്വിറ്റി ഷെയറിനേക്കാളും കുറച്ചും കൂടി ബെനിഫിഷ്യൽ, അല്ലെങ്കിൽ കുറച്ചും കൂടി റിസ്ക് കുറവ് ഡിബഞ്ചറിലായി എന്നൊക്കെ തോന്നുന്ന സിറ്റുവേഷനിൽ എനിക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എമൗണ്ടിൻ്റെ അലോക്കേഷൻ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. മേ ബി എനിക്ക് എന്ത് ചെയ്യാം, 1 lakh ഡിബഞ്ചറിലും 50,000 ഇക്വിറ്റി ഷെയറിലും ആയിട്ട് മാറ്റാം. ഓക്കെ, അപ്പം ഇത്തരത്തിൽ നമ്മളുടെ എക്സിസ്റ്റിംഗ് പോർട്ട്ഫോളിയോയിൽ നമ്മൾ റീഅറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ അതിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പോർട്ട്ഫോളിയോ റിവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, It means change in debt equity ratio, removal of one company from portfolio
or an addition of new companies or completely removing one sector while adding a new sector to the portfolio. ഇനി പോർട്ട്ഫോളിയോ റിവിഷനിൽ എന്തൊക്കെ സംഭവിക്കാം? ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയിൽ ചേഞ്ച് വരാം. ഓക്കെ, എങ്ങനെയൊക്കെയാണ് പോർട്ട്ഫോളിയോ റിവിഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ എങ്ങനെയാണ്? ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയിൽ ചേഞ്ച് വരാം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ എങ്ങനെയായിരുന്നു? ഇക്വിറ്റിയിൽ 1 lakhും ഡെപ്റ്റിൽ 50,000 ആയിരുന്നു അല്ലേ, 50K ആയിരുന്നു നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ റിവൈസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പെർഫോമൻസ് അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് മനസ്സിലായി? കുറച്ചും കൂടി ബെറ്റർ അല്ലെങ്കിൽ കുറച്ചും കൂടി എനിക്ക് റിസ്ക് കുറവ് ഡിബഞ്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഷെയറിനേക്കാൾ കൂടുതലെന്ന് മനസ്സിലായി. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ റിവൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ 2:1 എന്നുള്ള രീതിയിൽ ഇക്വിറ്റി ഡെപ്റ്റ് നിൽക്കുന്നതിനെ എനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഡെപ്റ്റിൽ 2:1 എന്നുള്ള രീതിയിൽ മാറ്റാം. അതായത് ഡെപ്റ്റിൽ 1 lakhും ഇക്വിറ്റിയിൽ 50,000ഉം ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എൻ്റെ എക്സിസ്റ്റിംഗ് റേഷ്യോനെ, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോനെ എനിക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും ബൈ വേ ഓഫ് പോർട്ട്ഫോളിയോ റിവിഷൻ. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇക്വിറ്റി ഷെയറിൽ 1 lakhും ഡെപ്റ്റിൽ 50,000ഉം ആണ്. അപ്പോൾ റിവിഷൻ്റെ ഭാഗമായിട്ട് എനിക്ക് എന്ത് ചെയ്യാം? മേ ബി ഡെപ്റ്റിനെ 1 lakh ആക്കിയിട്ടും ഇക്വിറ്റിനെ 50,000 ആക്കിയിട്ട് മാറ്റാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? പോർട്ട്ഫോളിയോ റിവിഷൻ്റെ ഭാഗമാണ്. ചേഞ്ച് ഇൻ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് പോർട്ട്ഫോളിയോ റിവിഷൻ്റെ ഒരു ഭാഗമാണ്. അതേപോലെ റിമൂവൽ ഓഫ് 1 company ഫ്രം പോർട്ട്ഫോളിയോ. ഞാൻ ഇപ്പോൾ എൻ്റെ പോർട്ട്ഫോളിയോയിൽ നെസ്ലയുടെ ഷെയർസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഞാൻ നെസ്ലയുടെ ഷെയർസ് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. പക്ഷെ ഞാൻ പെർഫോമൻസ് അനലൈസ് ചെയ്യുന്ന സമയത്താണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ത്? നെസ്ലയുടെ പെർഫോമൻസ് അപ് ടു ദ മാർക്കല്ല, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച പോലെ ആ ഷെയർ പെർഫോം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ കമ്പനി പെർഫോം ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? ഈ നെസ്ലയുടെ ഷെയർസിനെ എനിക്ക് വിറ്റിട്ട് അതിനെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ? അപ്പോൾ ഇതും എന്താണ്? പോർട്ട്ഫോളിയോ റിവിഷൻ്റെ ഭാഗമാണ്. അപ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നില്ല എന്ന് തോന്നുന്ന, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് പെർഫോം ചെയ്യാത്ത കമ്പനീസിൻ്റെ ഷെയർസ് അല്ലെങ്കിൽ കമ്പനീസിൻ്റെ സെക്യൂരിറ്റീസിനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ എന്താണ്? നെസ്ലയുടെ ഷെയർസ് അല്ലെങ്കിൽ നെസ്ലയുടെ സെക്യൂരിറ്റീസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ വിചാരിച്ച തരത്തിൽ അതിൻ്റെ ഒരു പെർഫോമൻസ് എത്താത്തത് കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ അതിനെ എൻ്റെ പോർട്ട്ഫോളിയോ റിവിഷൻ്റെ സമയത്ത് അതെനിക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് റിമൂവൽ ഓഫ് 1 company ഫ്രം പോർട്ട്ഫോളിയോ ആൻഡ് അഡീഷൻ ഓഫ് ന്യൂ കമ്പനി. ഇനി എനിക്ക് എന്ത് ചെയ്യാം? റിമൂവ് ചെയ്യാൻ മാത്രമല്ല എനിക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. സപ്പോസ് ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ജിയോയുടെ പെർഫോമൻസ്, റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ പെർഫോമൻസ് ബെറ്റർ ആണെന്ന് തോന്നുകയാണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? ഈ നെസ്ലേക്ക് പകരം ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, നെസ്ലെ ഞാൻ നടത്തിയിരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് റിമൂവ് ചെയ്തിട്ട് എനിക്ക് റിലയൻസിൽ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാം എന്താണ്? പോർട്ട്ഫോളിയോ റിവിഷൻ്റെ ഭാഗമാണ്. ഓൾറെഡി നമ്മളൊരു പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ പെർഫോമൻസ് അനലൈസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും തരത്തിൽ നമുക്കൊരു ഡിസാറ്റിസ്ഫാക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു എക്സിസ്റ്റിംഗ് കമ്പനീനെ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീനെ മാറ്റിയിട്ട് നമുക്ക് പുതിയ കമ്പനീനെ അല്ലെങ്കിൽ പുതിയ കമ്പനിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി പോർട്ട്ഫോളിയോ റിവിഷനിൽ കിട്ടുന്നുണ്ട്. ആൻഡ് കംപ്ലീറ്റ്ലി റിമൂവിങ് 1 sector. അതേപോലെ എന്ത് ചെയ്യാം? നമുക്കൊരു സെക്ടർ തന്നെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാം. ഇപ്പോൾ എഡ്യൂക്കേഷൻ സെക്ടർ ഉണ്ട്, ഹെൽത്ത് സെക്ടർ ഉണ്ട്, ടെലികമ്മ്യൂണിക്കേഷൻ സെക്ടർ ഉണ്ട്, ഒരുപാട് സെക്ടേഴ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇതിന് ഓരോ സമയത്തും ഓരോ സെക്ടേഴ്സ് ആയിരിക്കാം ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുക. സെക്ടർ വൈസ് റിസ്ക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് സിസ്റ്റമാറ്റിക്, എന്താണ് അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില സെക്ടേഴ്സിന് അല്ലെങ്കിൽ ചില കമ്പനീസിനെ മാത്രം ബാധിക്കുന്ന റിസ്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അൺസിസ്റ്റമാറ്റിക് റിസ്കിൽ വരുന്നത്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യാം? ഓരോ സെക്ടറിൻ്റെ പെർഫോമൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം. അപ്പോൾ ചിലപ്പോൾ ഞാൻ അനലൈസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുകയാണ് എന്ത്? ഹെൽത്ത് സെക്ടറിനേക്കാൾ ബെറ്റർ എഡ്യൂക്കേഷൻ സെക്ടറാണ് ഈ ഒരു സമയത്ത്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സെക്ടറിനാണ് കുറച്ചും കൂടി ഫ്യൂച്ചർ ഗ്രോത്ത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹെൽത്ത് സെക്ടറിനുള്ള എൻ്റെ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റിനെയും എനിക്ക് എന്തിലേക്ക് മാറ്റാൻ പറ്റും? എഡ്യൂക്കേഷൻ സെക്ടറിലേക്ക് മാറ്റാനായിട്ട് പറ്റും ബൈ വേ ഓഫ് പോർട്ട്ഫോളിയോ റിവിഷൻ. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആസ് എ പാർട്ട് ഓഫ് പോർട്ട്ഫോളിയോ റിവിഷൻ എനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? എൻ്റെ എക്സിസ്റ്റിംഗ് പോർട്ട്ഫോളിയോയിലെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്താനായിട്ട് സാധിക്കും. ആൻഡ് ത്രൂ ദിസ് അഡ്ജസ്റ്റ്മെൻറ്റ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നല്ലെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് കമ്പനിയിലെ സെക്യൂരിറ്റി ഇൻവെസ്റ്റ്മെൻറ്റിനെ നമുക്ക് റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ പുതിയ കമ്പനീനെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സെക്ടറിനെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാം, പുതിയ സെക്ടറിൽ വേണമെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം, എൻ്റെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയിൽ വരെ
ചേഞ്ചസ് വരുത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാം എന്തിൻ്റെ ഭാഗമാണ്? പോർട്ട്ഫോളിയോ റിവിഷൻ്റെ ഭാഗമാണ്. ഇനി എന്തിനാണ് നമ്മൾ പോർട്ട്ഫോളിയോ റിവിഷൻ നടത്തുന്നത്? ടു എൻഷുർ മാക്സിമം റിട്ടേൺ അറ്റ് മിനിമം ലെവൽ ഓഫ് റിസ്ക്. എപ്പോഴും ഒരു ഇൻവെസ്റ്റർക്ക് എന്താണ് വേണ്ടത്? അയാൾക്ക് മാക്സിമം റിട്ടേൺ ആണ് വേണ്ടത്. ഇനി എങ്ങനെ മാക്സിമം റിട്ടേൺ ഏൺ ചെയ്യണം? അറ്റ് മിനിമം ലെവൽ ഓഫ് റിസ്ക്, അല്ലെങ്കിൽ ഒരു ഗിവൺ ലെവൽ ഓഫ് റിസ്കിൽ അയാൾക്ക് മാക്സിമം റിട്ടേൺ എൻഷുർ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ് എപ്പോഴും അവർ ചൂസ് ചെയ്യുക, അല്ലേ? അപ്പോൾ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് പോർട്ട്ഫോളിയോ റിവിഷൻ, അല്ലെങ്കിൽ അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് പോർട്ട്ഫോളിയോ റിവിഷൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റീവ്. ദ ഒബ്ജക്റ്റീവ് ഓഫ് പോർട്ട്ഫോളിയോ റിവിഷൻ ഈസ് സെയിം ആസ് ദി ഒബ്ജക്റ്റീവ് ഓഫ് പോർട്ട്ഫോളിയോ സെലക്ഷൻ. പോർട്ട്ഫോളിയോ റിവിഷൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പോർട്ട്ഫോളിയോ സെലക്ഷൻ്റെ ഒബ്ജക്റ്റീവും സിമിലർ ആണ്. കാരണം എന്താണ്? രണ്ടും ഒരേ പ്രോസസ്സിൻ്റെ ഭാഗമാണ്. പോർട്ട്ഫോളിയോ സെലക്ഷനിൽ നമ്മൾ എന്താണ്? ബെസ്റ്റ് പോർട്ട്ഫോളിയോ ചൂസ് ചെയ്യണം, അല്ലെ? മാക്സിമം റിട്ടേൺ കിട്ടുന്ന, മിനിമം ലെവൽ ഓഫ് റിസ്കിൽ മാക്സിമം റിട്ടേൺ കിട്ടുന്ന പോർട്ട്ഫോളിയോ ചൂസ് ചെയ്യണം. അതാണ് പോർട്ട്ഫോളിയോ സെലക്ഷനിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തതിനെ ആ ഒരു ടൈമിലി നമ്മൾ എന്ത് ചെയ്യണം? ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ചേഞ്ച് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്ന പ്രോസസ്സാണ് പോർട്ട്ഫോളിയോ റിവിഷൻ. ഓക്കെ, അപ്പോൾ രണ്ടിലാണെങ്കിലും, റിവിഷനിലാണെങ്കിലും സെലക്ഷനിലാണെന്നുണ്ടെങ്കിലും എന്താണ് ഒബ്ജക്റ്റീവ്? മാക്സിമൈസിങ് ദ റിട്ടേൺ ഫോർ എ ഗിവൺ ലെവൽ ഓഫ് റിസ്ക് അറ്റ് മിനിമം ലെവൽ ഓഫ് റിസ്ക്. നമ്മൾ എന്താണ്? നമ്മുടെ റിട്ടേണിനെ നമുക്ക് മാക്സിമം റിട്ടേൺ ഉണ്ടാവുക അറ്റ് മിനിമൈസിങ് ദ ലെവൽ ഓഫ് റിസ്ക്. ഇനി എങ്ങനെയാണ് മാക്സിമം റിട്ടേൺ ഉണ്ടാവേണ്ടത്? നമ്മുടെ റിസ്കിനെ മിനിമൈസ് ചെയ്തുകൊണ്ടായിരിക്കണം നമുക്ക് മാക്സിമം റിട്ടേൺ ഉണ്ടാവേണ്ടത്. അപ്പോൾ പോർട്ട്ഫോളിയോ സെലക്ഷൻ്റെ ആണെങ്കിലും പോർട്ട്ഫോളിയോ റിവിഷനിലാണെങ്കിലും സെയിം ആണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പക്ഷേ ഈ രണ്ട് കാര്യങ്ങളും കണ്ടക്ട് ചെയ്യുന്ന ടൈം ആയിരിക്കും ഡിഫറെൻ്റ് ആയിട്ട് വരിക. അതായത് പോർട്ട്ഫോളിയോ സെലക്ഷന് ശേഷം അതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്തിട്ടായിരിക്കും പോർട്ട്ഫോളിയോ റിവിഷനിലേക്ക് എത്തുന്നുണ്ടായിരിക്കുക. ഓക്കെ, എന്താ പറയുക, ഒരു കോയിൻ്റെ രണ്ട് സൈഡ്സ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പോർട്ട്ഫോളിയോ സെലക്ഷനെയും റിവിഷനെയും പറയാനായിട്ട് സാധിക്കും. ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് ചേഞ്ചിങ് ദ എക്സിസ്റ്റിംഗ് മിക്സ് ഓഫ് സെക്യൂരിറ്റി. ഇവിടെ എന്താണ്? എക്സിസ്റ്റിംഗ് മിക്സ് ഓഫ് സെക്യൂരിറ്റീസിൻ്റെ ഒരു ചേഞ്ചസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയിൽ വരെ ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഏതാണോ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നതായിട്ട് തോന്നുന്നത്, മേ ബി അത് ഇക്വിറ്റി ഷെയർ ആവാം, മേ ബി പ്രിഫറൻസ് ഷെയർ ആവാം, അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ആവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇപ്പം നമ്മുടെ കയ്യിൽ ഇല്ലാത്തൊരു കമ്പനിയുടെ പെർഫോമൻസ് ആയിരിക്കാം നമുക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നത്. അപ്പോൾ അപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? നമ്മുടെ സെക്യൂരിറ്റീസിൻ്റെ മിക്സിനെ ചേഞ്ച് ചെയ്യാനായിട്ട് പോർട്ട്ഫോളിയോ റിവിഷൻ വഴി സാധിക്കും. ഓക്കെ, അപ്പോൾ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് പോർട്ട്ഫോളിയോ റിവിഷൻ. നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുള്ള നമ്മുടെ പോർട്ട്ഫോളിയോനെ പെർഫോമൻസിനെ അനലൈസ് ചെയ്ത് അതിലെന്തെങ്കിലും തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ കൊണ്ടുവരുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പോർട്ട്ഫോളിയോ റിവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെ സംഭവിക്കാം? ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയിൽ ചേഞ്ച് വരാം, പുതിയ കമ്പനി ആഡ് ആവാം, എക്സിസ്റ്റിംഗ് കമ്പനീനെ റിമൂവ് ചെയ്യാം, പുതിയ സെക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് സെക്ടറിനെ റിമൂവ് ചെയ്യാം, ഒക്കെ സംഭവിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം റിട്ടേൺ അറ്റ് മിനിമം റിസ്ക്. നമുക്ക് എന്ത് കിട്ടണം? അല്ലെങ്കിൽ ഇൻവെസ്റ്റർക്ക് എന്ത് എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കണം? മാക്സിമം റിട്ടേൺ നമുക്ക് എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കണം. അതേപോലെ തന്നെ റിസ്ക് എന്തായിരിക്കണം? ഒരു ഗിവൺ ലെവൽ ഓഫ് റിസ്ക്കും ആയിരിക്കണം. ഓക്കെ, ദെൻ ദ നീഡ് ഫോർ പോർട്ട്ഫോളിയോ റിവിഷൻ, അല്ലെങ്കിൽ റീസൺസ് ഫോർ പോർട്ട്ഫോളിയോ റിവിഷൻ. ഇനി എന്തുകൊണ്ടാണ് ആളുകൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് പോർട്ട്ഫോളിയോ റിവിഷനിലേക്ക് പോകുന്നത്? കാരണം ഓൾറെഡി ഒരു പോർട്ട്ഫോളിയോ നമ്മൾ സെലക്ട് ചെയ്ത് അതിൽ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും നടത്തിയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ പോലും എന്തിനാണ് പോർട്ട്ഫോളിയോ റിവിഷൻ ആവശ്യമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റീസൺ എന്താണെന്നുള്ളതാണ് ഓൾറെഡി ഇത് കൂട്ടത്തിൽ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ 1 by 1 നമുക്ക് നോക്കാം. ചേഞ്ച് ഇൻ യുവർ ഗോൾസ് ഓർ റിസ്ക് ടോളറൻസ്. അപ്പോൾ ഒന്നാമത്തെ വരുന്ന പോയിന്റ് എന്താണ്? ചേഞ്ച് ഇൻ യുവർ ഗോൾസ് ഓർ റിസ്ക് ടോളറൻസ്. ഈ യുവർ എന്ന് പറയുന്നത് ആരാണ്? ഇൻവെസ്റ്റർ. ഓക്കെ, ഇൻവെസ്റ്ററുടെ ഗോൾസിലോ അയാളുടെ റിസ്ക് ടോളറൻസിലോ എന്തെങ്കിലും വ്യത്യാസം വരികയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ലീഡ്സ് ടു പോർട്ട്ഫോളിയോ റിവിഷൻ. അത് എന്തിലേക്ക് ലീഡ് ചെയ്യും? പോർട്ട്ഫോളിയോ റിവിഷനിലേക്ക് ലീഡ് ചെയ്യും. എന്താണ് ചേഞ്ച് ഇൻ യുവർ ഗോൾസ്? അതായത് മേ ബി നമ്മൾ എന്താവാം, നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ, നമുക്ക് 5 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പെട്ടെന്നൊരു ആവശ്യം വരികയാണെങ്കിൽ മേ ബി നമ്മൾ അതിൽ നിന്നൊരു ഹയർ റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ റിസ്ക് ടോളറൻസ്, ഇപ്പോൾ ഒരു റിട്ടയർമെൻറ്റിലേക്കൊക്കെ കടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അയാൾ എന്തായിരിക്കും? റിസ്ക് ടോളറൻസ് കുറവായിരിക്കും, അല്ലേ? അയാൾക്ക് റിസ്കിനോടുള്ള അയാളുടെ ഒരു പ്രിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും?
കുറവായിരിക്കും. അപ്പോൾ അയാൾ കൂടുതൽ എന്തായിരിക്കും, ഡെപ്റ്റ് ഷെയർസിൽ അല്ലെങ്കിൽ ബോൺസിലൊക്കെ ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ അഗ്രസീവ് ആയിട്ടുള്ള ആളുകളും ഉണ്ടാവും, പാസീവ് ആയിട്ടുള്ള ആളുകളും ഉണ്ടായിരിക്കും. അഗ്രസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൈലി റിസ്ക് എടുക്കാനായിട്ട് ഓക്കെ ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കാം. ഹൈലി റിസ്ക് അത് അവർ ഓക്കെ ആയിട്ട് മാക്സിമം റിട്ടേൺ ഏൺ ചെയ്യണം എന്നുള്ള എയിമോട് കൂടിയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും. അതേസമയം റിസ്ക് ഒന്നും എടുക്കാതെ ഹൈലി റിട്ടേൺ ഒന്നും വേണ്ട, നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു റിട്ടേൺ മതി, അത് കുറച്ച് കുറവായാലും വേണ്ടില്ല, റിസ്ക് ഉണ്ടാവരുത്, ആ ഒരു എയിമോട് കൂടിയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും. അപ്പം നമ്മുടെ റിസ്ക് ലെവലിൽ വരുന്ന ചേഞ്ചിനനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു ചേഞ്ച് നമ്മൾ എന്തിലേക്ക് ലീഡ് ചെയ്യാം, പോർട്ട്ഫോളിയോ റിവിഷനിലേക്ക് ലീഡ് ചെയ്യാം. ഇപ്പം ഞാനൊരു ഇനീഷ്യൽ സ്റ്റേജിൽ എന്താണ് ഹൈലി റിസ്ക് എടുക്കാൻ കാപ്പബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനോട് ഓക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ പോർട്ട്ഫോളിയോ സെലക്ഷൻ്റെ സമയത്ത് റിസ്ക് ടോളറൻസ് ഹൈ ആയിരുന്നിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പം ഞാൻ കൂടുതലും എന്താണ് റിസ്കി ഷെയർസിൽ അല്ലെങ്കിൽ കുറേ ഇക്വിറ്റി ഷെയർസിലും കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ പെട്ടെന്ന് എനിക്കുണ്ടാവുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിളോ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ നീഡ്സോ മേ ബി എന്താക്കാം, എൻ്റെ ഈ ഒരു ചിന്തേനെ ചേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ എൻ്റെ ആ ഒരു റിസ്കിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡിനെ ചേഞ്ച് ചെയ്യാം അല്ലേ. അപ്പം മേ ബി എനിക്ക് വന്നൊരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ കാരണം എനിക്ക് കൂടുതൽ റിസ്ക് എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ പോർട്ട്ഫോളിയോ റിവൈസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ. റിസ്കി ആയിട്ടുള്ള അസറ്റ്സിനെ അല്ലെങ്കിൽ റിസ്കി ആയിട്ടുള്ള സെക്യൂരിറ്റീസിനെ മാറ്റിയിട്ട് കുറച്ചും കൂടിയൊക്കെ റിസ്ക് ലെസ് ആയിട്ടുള്ള സെക്യൂരിറ്റീസിനെ ആഡ് ചെയ്യാനായിട്ട് ഞാൻ തീരുമാനിക്കും. അപ്പോൾ ഇത് എന്തിൻ്റെ ഭാഗമാണ്, എൻ്റെ റിസ്ക് ലെവൽ ഓഫ് ടോളറൻസിൽ വന്നിട്ടുള്ള ചേഞ്ച് ആണ് എന്നെ എന്തിലേക്ക് ലീഡ് ചെയ്യുന്നത്, ആ ഒരു പോർട്ട്ഫോളിയോ റിവിഷനിലേക്ക് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇൻവെസ്റ്ററുടെ ഗോളിലോ അല്ലെങ്കിൽ ഇൻവെസ്റ്ററുടെ റിസ്ക് ടോളറൻസ് ലെവലിലോ എന്തെങ്കിലും തരത്തിലുള്ളൊരു ചേഞ്ച് വരികയാണെന്നുണ്ടെങ്കിൽ അതെന്തിലേക്ക് ലീഡ് ചെയ്യും അല്ലെങ്കിൽ അതെന്തിൻ്റെ റീസൺ ആവാറുണ്ട്, പലപ്പോഴും ഒരു പോർട്ട്ഫോളിയോ റിവിഷൻ്റെ റീസൺ ആയിട്ട് മാറാറുണ്ട്. ഇപ്പോൾ പെട്ടെന്നൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെയ്ത് അയാൾക്ക് പെട്ടെന്നൊരു റിട്ടേൺ കിട്ടണം അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള ഒരു റിട്ടേൺ കിട്ടണം എന്നൊക്കെയുള്ളൊരു ആ ഒരു ഗോൾ ചേഞ്ച് വരികയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അയാൾക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, പുതിയ സെക്യൂരിറ്റീസ് ആഡ് ചെയ്യുകയോ എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടതായിട്ട് വരാം. ദെൻ ഷിഫ്റ്റ് ഇൻ ഇൻവെസ്റ്റർ ഗോൾ, നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ഇൻവെസ്റ്ററുടെ ഗോളിൽ വരുന്ന ഷിഫ്റ്റ്. പലപ്പോഴും ഇൻഡിവിജ്വൽസ് ആണ്, ഹ്യൂമൻ ബീയിങ്സ് ആണ്, അവർക്ക് പല തരത്തിലുള്ള നീഡ്സ് ഉണ്ടാവാം അല്ലേ. അപ്പോൾ അവരുടെ എന്താണ് ടൈം ടു ടൈം അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗോൾസിൽ ഡിഫറൻസ് വരാം. അപ്പോൾ അതിന് ആപ്റ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ അതിന് ആപ്റ്റ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ അതിന് ആപ്റ്റ് ആയിട്ടുള്ള അസറ്റ്സ് ആയിരിക്കും അവർ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, അവരുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ഓൺ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇവൻ ഇഫ് ദർ ഈസ് എ ചേഞ്ച് ഇൻ ദി ഇൻവെസ്റ്റർ ഗോൾ ഇറ്റ് വിൽ ഓൾസോ ഇൻഫ്ലുവൻസ് ദി പോർട്ട്ഫോളിയോ റിവിഷൻ. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇൻവെസ്റ്ററുടെ ഗോളിൽ ചേഞ്ച് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി എന്തിനെ റിഫ്ലക്റ്റ് ചെയ്യും, പോർട്ട്ഫോളിയോ റിവിഷനിലേക്ക് ലീഡ് ചെയ്യും അല്ലെങ്കിൽ അത് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ റിഫ്ലക്റ്റ് ചെയ്യും. ദെൻ മൂന്നാമത് വരുന്നതാണ് ചേഞ്ച് ഇൻ മാർക്കറ്റ് കണ്ടീഷൻ. മാർക്കറ്റ് കണ്ടീഷനിൽ വരുന്ന ചേഞ്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു, പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു എഫേർട്ട് ഒരിക്കലും അവസാനിക്കുന്നില്ല, അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് അല്ലേ. നമ്മൾ കൃത്യമായിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്യണം, നമ്മൾ വിചാരിച്ച പോലെയാണോ പെർഫോം ചെയ്യുന്നത്, എന്തെങ്കിലും മാർക്കറ്റ് കണ്ടീഷൻസിൽ ചേഞ്ച് വരുന്നുണ്ടോ, സിസ്റ്റമാറ്റിക് റിസ്ക് ആൻഡ് അൺസിസ്റ്റമാറ്റിക് റിസ്ക് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, അത് അനലൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. സിസ്റ്റമാറ്റിക് റിസ്ക് ആണെങ്കിൽ എന്താണ്, അൺഡൈവേഴ്സിഫയബിൾ ആണല്ലേ, എല്ലാ കമ്പനീസിനും എല്ലാ ഇൻഡസ്ട്രീസിനെയും ബാധിക്കുന്നതാണ് സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും തരത്തിൽ ഇപ്പം നമ്മുടെ രാജ്യത്ത് വരുന്ന ഒരു വാർ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫ്രോഡോ കാര്യങ്ങളോ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ഡെഫിനറ്റ്ലി എന്തുണ്ടാവും, മാർക്കറ്റിൽ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാവും. അപ്പോൾ പലപ്പോഴും നമുക്ക് ഈ സിറ്റുവേഷൻസ് നമ്മുടെ ഷെയറിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ നമ്മുടെ സെക്യൂരിറ്റീസ് പലപ്പോഴും പെർഫോം ചെയ്യാത്തതായിട്ടുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം, മാർക്കറ്റ് കണ്ടീഷൻസിനെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യണം. അതേപോലെ അതിൽ വരുന്ന ചേഞ്ചസിനനുസരിച്ച് പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്, പോർട്ട്ഫോളിയോ റിവൈസ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ എഡ്യൂക്കേഷൻ സെക്ടർ, അപ്പോൾ കോവിഡിൻ്റെ സമയത്ത് എങ്ങനെയായിരുന്നു, അപ്പോൾ കൂടുതലും ഓൺലൈൻ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു എഡ്യൂക്കേഷൻ സെക്ടറിലെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഹൈ ആയിട്ടുള്ളൊരു ടൈമായിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു മാർക്കറ്റ് കണ്ടീഷനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക, അപ്പോൾ എഡ്യൂക്കേഷൻ സെക്ടറിൽ വരുന്ന കമ്പനീസിലാണ് അവർ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ആ ഒരു സമയത്ത് എന്തുണ്ടായിരുന്നു, എഡ്യൂക്കേഷൻ സെക്ടറിൽ വരുന്ന കമ്പനീസിന് ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ മാർക്കറ്റ് കണ്ടീഷൻസിൽ വരുന്ന ചേഞ്ചസിനനുസരിച്ച് പലപ്പോഴും നമുക്ക് പോർട്ട്ഫോളിയോ റിവൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഏതെങ്കിലും ഒരു സെക്ടറിൻ്റെ പെർഫോമൻസ് ഡൗൺ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അതിനെ റിമൂവ് ചെയ്യേണ്ടി വരും. ഏതെങ്കിലും സെക്ടർ ബെറ്റർ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു മാർക്കറ്റ് കണ്ടീഷൻസിൽ വരുന്ന ചേഞ്ചസും നമ്മുടെ പോർട്ട്ഫോളിയോ റിവിഷനെ നമ്മളെ
ലീഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ദെൻ അണ്ടർ പെർഫോമൻസ് ഓഫ് സർട്ടൈൻ അസറ്റ്സ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ നമ്മുടെ ചില അസറ്റ്സ് പെർഫോം ചെയ്യാതെ വരികയാണെങ്കിൽ, ഓക്കെ, അണ്ടർ പെർഫോമൻസ്. ഓക്കെ, ഇപ്പം നമ്മൾ ഒരു ഷെയറിലോ ഒരു സെക്യൂരിറ്റിയിലോ ഒരു ബോണ്ടിലോ എന്തിലും ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും വി ഹാവ് ആൻ എക്സ്പെക്ടേഷൻ അല്ലേ? നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും? നമ്മൾ എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ടാവുക അല്ലേ? അപ്പം നമ്മളിപ്പോൾ ഞാനിപ്പോൾ നെസ്ലയുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ഞാൻ എന്ത് ചെയ്യും? അവരുടെ പാസ്റ്റ് പെർഫോമൻസ് ഒക്കെ നോക്കി, ഓക്കെ, എനിക്ക് ഏകദേശം ഇത്ര റിട്ടേൺ കിട്ടും അല്ലെങ്കിൽ ഇത്രയായിരിക്കും എൻ്റെ റിസ്ക് എന്നൊക്കെയുള്ള ഒരു അസംഷനോട് കൂടിയിട്ട് തന്നെയായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. പക്ഷേ ചിലപ്പോൾ എന്താണ്, ചില മാർക്കറ്റ് കണ്ടീഷൻസ് കാരണമോ അല്ലെങ്കിൽ ചില എന്തെങ്കിലും തരത്തിലുള്ള റിസ്ക് എലമെൻറ്റ് കാരണമോ പലപ്പോഴും നമ്മൾ വിചാരിച്ച പോലെ ചിലപ്പോൾ പെർഫോം ചെയ്യണം എന്നില്ല, അണ്ടർ പെർഫോംഡ് ആയി പോവാം നമ്മുടെ സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ആ ഒരു കേസിലും നമുക്ക് എന്താണ് നമ്മളതിനെ ഹെൽപ്പ് ചെയ്യുന്നത്? പോർട്ട്ഫോളിയോ റിവിഷനാണ് അവിടെ ഇൻവെസ്റ്ററിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടർ. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ നമ്മുടെ സെക്യൂരിറ്റീസിൽ അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ള ഏതെങ്കിലും സെക്യൂരിറ്റിയോ അസറ്റോ പെർഫോം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? പോർട്ട്ഫോളിയോ റിവിഷൻ വഴി അതിനെ റിമൂവ് ചെയ്ത് നമ്മുടെ ആ ഒരു എക്സ്പെക്റ്റഡ് റിട്ടേൺ കിട്ടുന്ന രീതിയിൽ പോർട്ട്ഫോളിയോനെ നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ പോർട്ട്ഫോളിയോ റിവിഷന് വേണ്ടിയിട്ട് ലീഡ് ചെയ്യുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺ ആണ് അണ്ടർ പെർഫോമൻസ് ഓഫ് ദി അസെറ്റ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ആ ഒരു പെർഫോമൻസ് നമ്മുടെ സെക്യൂരിറ്റീസിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വി വിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ എ പോർട്ട്ഫോളിയോ റിവിഷൻ. ദെൻ ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. മേ ബി 5 കൊല്ലം മുമ്പ് ഞാനൊരു പോർട്ട്ഫോളിയോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അപ്പോൾ ഉണ്ടായിരുന്ന സെക്യൂരിറ്റീസോ കമ്പനീസോ ആയിരിക്കില്ല മേ ബി ആഫ്റ്റർ ഒരു 5 years അല്ലേ? അന്ന് ചിലപ്പോൾ ഹെൽത്ത് സെക്ടറിലെ കമ്പനീസ് ആയിരിക്കും ലീഡിങ് ഉണ്ടായിരിക്കുക. പക്ഷേ ആഫ്റ്റർ ഒരു 5 years 2 year 1 year ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും? ആ എക്സിസ്റ്റിംഗ് കമ്പനീസ് മാറി പുതിയ കമ്പനീസ് വരാം, അല്ലെങ്കിൽ പുതിയ സെക്ടർ വരാം, അങ്ങനെ പലതരത്തിലുള്ള ചേഞ്ചസ് വരാം, അല്ലെങ്കിൽ പുതിയതായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് അറൈസ് ചെയ്ത് വരാം. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അതെല്ലാം കൺസിഡർ ചെയ്തിട്ട് പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരാറുണ്ട്? പോർട്ട്ഫോളിയോ റിവൈസ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും എന്തിന് ലീഡ് ചെയ്യാറുണ്ട്? പോർട്ട്ഫോളിയോ റിവിഷന് ലീഡ് ചെയ്യാറുണ്ട്. അപ്പോൾ പുതിയതായിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ പെർഫോമൻസ് ബെറ്റർ ആണ് അല്ലെങ്കിൽ നല്ല റിട്ടേൺ കിട്ടുന്നുണ്ടെന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ആളുകൾ എന്ത് ചെയ്യും? ആ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള അവരുടെ ഇൻട്രസ്റ്റ് കൂടും അല്ലേ? അപ്പോൾ ഇതെന്താണ്? ടൈം ടു ടൈം നമ്മുടെ കണ്ടീഷൻസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്താണ്? പോർട്ട്ഫോളിയോ റിവിഷൻ എന്ന് പറയുന്നതും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റാത്ത പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിലെ ഒരു സ്റ്റെപ്പ് തന്നെയാണ് പോർട്ട്ഫോളിയോ റിവിഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പോർട്ട്ഫോളിയോ റിവിഷനിലേക്ക് ലീഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ റീസൺസ് എന്തൊക്കെയാണെന്നാണ് നോക്കിയത്. അപ്പോൾ എന്തൊക്കെയാണ്? ഇൻവെസ്റ്ററുടെ ഗോളിലോ അല്ലെങ്കിൽ ഇൻവെസ്റ്ററുടെ റിസ്ക് പ്രിഫറൻസിലോ വരുന്ന ചേഞ്ച് അല്ലെങ്കിൽ റിസ്ക് ടോളറൻസിലോ വരുന്ന ചേഞ്ച് ഒബ്വിയസ്ലി അവരുടെ പോർട്ട്ഫോളിയോ റിവിഷനിലേക്ക് ലീഡ് ചെയ്യും. അതേപോലെ തന്നെ മാർക്കറ്റ് കണ്ടീഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ ചില ഇൻഡസ്ട്രീസിനെ മാത്രം എഫക്റ്റ് ചെയ്യുന്നുണ്ടാവാം, എല്ലാ ഇൻഡസ്ട്രീസിനെയും എഫക്റ്റ് ചെയ്യുന്നുണ്ടാവാം. ചില ഇൻഡസ്ട്രീസിന് ഹൈപ്പ് കൊടുക്കുന്ന മാർക്കറ്റ് കണ്ടീഷൻ വരാം, ചില ഇൻഡസ്ട്രീസിനെ ഡൗൺ ചെയ്യുന്ന മാർക്കറ്റ് കണ്ടീഷൻസ് വരാം. അപ്പോൾ ഓരോ മാർക്കറ്റ് കണ്ടീഷനെയും അനലൈസ് ചെയ്യുന്നത് വഴി എന്തിലേക്ക് ലീഡ് ചെയ്യാറുണ്ട്? പലപ്പോഴും ഇൻവെസ്റ്ററിനെ പോർട്ട്ഫോളിയോ റിവിഷനിലേക്ക് പലപ്പോഴും മാർക്കറ്റ് കണ്ടീഷനിൽ വരുന്ന ചേഞ്ചസ് ലീഡ് ചെയ്യാറുണ്ട്. ദെൻ അണ്ടർ പെർഫോമൻസ് ഓഫ് സർട്ടൈൻ അസറ്റ്സ്, നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ നമ്മുടെ സെക്യൂരിറ്റീസ് പെർഫോം ചെയ്യാതെ വരികയാണെന്നുണ്ടെങ്കിലും ആ ഒരു കേസിലും എന്താണ്? പോർട്ട്ഫോളിയോ റിവിഷൻ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനായിട്ട് വരാറുണ്ട്. അതേപോലെ ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, ടൈം ടു ടൈം ചേഞ്ചസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ എന്താണ്? പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്കത് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് പോർട്ട്ഫോളിയോനെ റിവൈസ് ചെയ്ത് പുതിയ പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നീഡ് ഫോർ പോർട്ട്ഫോളിയോ റിവിഷൻ. This need to liquidate a part of the portfolio to provide funds for some alternative use. അതേപോലെ തന്നെ എന്താണ്? നമുക്ക് ചിലപ്പോൾ ലിക്വിഡായിട്ട് ക്യാഷ് കയ്യിൽ വേണ്ട ഒരു അവസ്ഥ വരും അല്ലേ? അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പേഴ്സണൽ നീഡ്സോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ ലിക്വിഡ് ആയിട്ടുള്ള ഒരു ഫണ്ടിൻ്റെ ആവശ്യം വരാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി വരാറുണ്ട്? നമ്മുടെ കയ്യിലുള്ള ഒരു പോർട്ട്ഫോളിയോനെ ലിക്വിഡിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആ ഒരു നീഡും നമുക്ക് വരാറുണ്ട്. ഓക്കെ, ദെൻ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് പോർട്ട്ഫോളിയോ റിവിഷൻ. ഇനി എന്തൊക്കെയാണ് പോർട്ട്ഫോളിയോ റിവിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്നുള്ളതാണ് ഓൾറെഡി നമ്മൾ നീഡിലെ റീസെൻ്റ് കേസിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഫാക്ടറാണ് ചേഞ്ച് ഇൻ ഇൻവെസ്റ്റബിൾ ഫണ്ട് ഓഫ് ഇൻവെസ്റ്ററുടെ കയ്യിലുള്ള ഇൻവെസ്റ്റബിൾ ഫണ്ടിൽ വരുന്ന ചേഞ്ച്. മേ ബി ഞാൻ ഫിനാൻഷ്യലി സൗണ്ട് ആയിരുന്ന സമയത്ത്
എന്ത് ചെയ്യുണ്ടാവും, ഒരു 1 lakh ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ഓക്കെ, ഫിനാൻഷ്യലി ഞാൻ സൗണ്ട് ആയിരുന്ന സമയത്ത് 1 lakh എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഓക്കെ ആയിരുന്നു. പക്ഷെ ആഫ്റ്റർ ഒരു 6 months എന്തെങ്കിലും തരത്തിലൊരു ക്രൈസിസ് വന്ന് എൻ്റെ ഈ ഒരു ഇൻവെസ്റ്റബിൾ എമൗണ്ട് മേ ബി കുറയാം. ഓക്കെ, 1 lakh എന്നുള്ളത് ഒരു 50,000 ആയിട്ട് കുറയാം. അപ്പോൾ ഓരോ ഇൻഡിവിജ്വലിൻ്റെ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്ററുടെ പേഴ്സണൽ കാര്യങ്ങൾ എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം, അവരുടെ ഇൻവെസ്റ്റബിൾ എമൗണ്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം. അപ്പോൾ 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യാൻ ഓക്കെ ആയിരുന്നു എനിക്ക്, ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ എന്തായി, 50,000 ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു സിറ്റുവേഷനായി. അപ്പോൾ ഓഫ് കോഴ്സ് എനിക്ക് എന്ത് ചെയ്യേണ്ടി വരും, എൻ്റെ പോർട്ട്ഫോളിയോനെ റിവൈസ് ചെയ്യേണ്ടി വരും. 1 ലക്ഷം രൂപ വാല്യൂ ഉണ്ടായിരുന്ന എൻ്റെ പോർട്ട്ഫോളിയോയിൽ എനിക്ക് കുറച്ചുകൂടി അണ്ടർ പെർഫോംഡ് ആയിട്ടുള്ള അസറ്റ്സിനെ സെക്യൂരിറ്റീസിനെയൊക്കെ മാറ്റി ഒരു 50,000 എന്നുള്ള ആ ഒരു എമൗണ്ടിലേക്ക് എൻ്റെ പോർട്ട്ഫോളിയോനെ എനിക്ക് കൊണ്ടുവരേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ അതാണ് ഒന്നാമത്തെ ഫാക്ടർ. ഇൻവെസ്റ്ററുടെ കയ്യിലുള്ള ഇൻവെസ്റ്റബിൾ ഫണ്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചേഞ്ച് വരികയാണെങ്കിൽ, ഇതിന് നേരെ ഓപ്പോസിറ്റ് സംഭവിക്കാം. 1 lakh ആയിരുന്നു ഞാനൊരു പോർട്ട്ഫോളിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ഒരു 6 മാസം മുന്നേ 1 lakh rupees ആയിരുന്നു എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ എൻ്റെ കപ്പാസിറ്റി ഉണ്ടായിരുന്നത്. പക്ഷേ ആഫ്റ്റർ ഒരു 6 months എനിക്ക് കുറച്ചും കൂടി ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് വന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്കൊരു അഡീഷണൽ 1 lakh കൂടി ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അഡീഷണൽ 1 lakh കൂടി എന്താ പറയുക, എനിക്കത് അഫോർഡ് ചെയ്യാനായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ എക്സിസ്റ്റിംഗ് 1 lakh പോർട്ട്ഫോളിയോനെ ഞാൻ റിവൈസ് ചെയ്തിട്ട് എന്താക്കും, 2 lakhൻ്റെ പോർട്ട്ഫോളിയോ ആക്കി മാറ്റും അല്ലേ. അപ്പോൾ രണ്ടും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും, അതായത് ഹൈ ആയിട്ടും വരാം, നമുക്ക് ലോ ആയിട്ടും വരാം. അപ്പോൾ ഇത്തരത്തിൽ ഇൻവെസ്റ്ററിൻ്റെ ഇൻവെസ്റ്റബിൾ ഫണ്ടിൽ വരുന്ന ചേഞ്ച് നമ്മുടെ പോർട്ട്ഫോളിയോ റിവിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ദെൻ ചേഞ്ച് ഇൻ റിസ്ക് അവേഷൻ, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. റിസ്ക് ടോളറൻസിൽ വരുന്ന ചേഞ്ച്. ചിലർ ഹൈലി റിസ്ക് എടുക്കാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, അതായത് അവർക്ക് ആ ടോളറൻസ് ഉണ്ടായിരിക്കും, ഹൈ റിസ്ക് എടുത്ത് പെർഫോം ചെയ്യാൻ അവർ ഓക്കെ ആയിട്ടുള്ള ആളുകളുണ്ടായിരിക്കും. ചിലർ എന്തായിരിക്കും, ഒട്ടും റിസ്ക് എടുക്കാതെ അവർക്ക് എന്താണ്, ഒരു ഫിക്സഡ് റിട്ടേൺ മാത്രം കിട്ടിയാൽ മതി, ഹൈ റിട്ടേൺ വേണ്ട, ഒരു ഫിക്സഡ് റിട്ടേൺ മതി എന്നുള്ള ഒരു ബിഹേവിയറോട് കൂടിയിട്ടുള്ള ആളുകളായിരിക്കാം. മേ ബി ഒരു റിട്ടയർമെൻറ്റ് ആ ഒരു കാലഘട്ടത്തിലേക്ക് അടുക്കുന്നവരാണെങ്കിൽ കൂടുതലും അവർ എന്ത് ചെയ്യില്ല, ഒരു റിസ്ക് ടോളറൻസ് അല്ലെങ്കിൽ റിസ്ക് ലെവൽ ഓഫ് പ്രിഫറൻസ് അവരുടെ കുറവായിരിക്കും. അപ്പോൾ ആ ഒരു റിസ്ക് അവേർഷനിൽ വരുന്ന ചേഞ്ചിനനുസരിച്ചും പോർട്ട്ഫോളിയോ റിവൈസ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഗോളിൽ വരുന്ന ചേഞ്ചസ് നമ്മുടെ പോർട്ട്ഫോളിയോ റിവിഷനിലേക്ക് ലീഡ് ചെയ്യാറുണ്ട്. ചേഞ്ച് ഇൻ ടാക്സ് ലോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ചേഞ്ച് ഇൻ ടാക്സ് ലോ. ഇത് നമ്മുടെ മാർക്കറ്റ് കണ്ടീഷൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ് ചേഞ്ച് ഇൻ ടാക്സ് ലോ. അപ്പോൾ നമുക്കറിയാം, എല്ലാ വർഷവും നമുക്ക് എന്തുണ്ടാവും, ബഡ്ജറ്റ് ഉണ്ടാവും അല്ലേ, ആനുവൽ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യും. ആനുവൽ ബഡ്ജറ്റ് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് അവതരിപ്പിക്കാറുണ്ട്. അപ്പോൾ അതിൽ എന്ത് ചെയ്യാറുണ്ട്, ഇന്ന സെക്ടറിന് ഇത്ര എമൗണ്ട് മാറ്റി വയ്ക്കുക, ഇന്ന സെക്ടറിന് ഇത്ര എമൗണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ വരുന്ന ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളെ കുറിച്ചിട്ട് കൃത്യമായിട്ട് ബഡ്ജറ്റിൽ പറയും. അതേപോലെ തന്നെ ടാക്സിൽ ചേഞ്ച് വരാറുണ്ട്. ചില ഇതിന് മാത്രം ടാക്സ് എക്സംഷൻ കൊടുക്കുക, ചില സെക്ടറിന് ടാക്സ് എക്സംഷൻ കൊടുക്കുക, ചില ഏരിയയിൽ തുടങ്ങുന്ന ബിസിനസ്സിന് ടാക്സ് എക്സംഷൻസ് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ എന്താണ്, ടൈം ടു ടൈം ഇതെല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ടാക്സ് ലോയിൽ വരുന്ന ചേഞ്ചിനെ കൂടി അനലൈസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ഫിക്സ് ചെയ്യുക, നമ്മുടെ പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ നമ്മൾ ഏത് സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ ഫിക്സ് ചെയ്യുന്നതും എന്തിനേയും കൂടി ബേസ് ചെയ്തിട്ടായിരിക്കും. ഈ ഒരു ടാക്സ് ലോനെ വരുന്ന ചേഞ്ച് അല്ലെങ്കിൽ ടാക്സ് ലോയിൽ വരുന്ന ചേഞ്ച് കൂടി കൺസിഡർ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു ചേഞ്ച് ആയിരിക്കാം ടാക്സ് ലോയിൽ ഉണ്ടാവുക, ചിലപ്പോൾ ബെനിഫിഷ്യൽ അല്ലാത്തതായിരിക്കാം. അപ്പോൾ അതെല്ലാം എന്തിലേക്ക് ലീഡ് ചെയ്യും, നമ്മുടെ പോർട്ട്ഫോളിയോനെ റിവൈസ് ചെയ്യാനായിട്ട് ലീഡ് ചെയ്യും. ഇപ്പോൾ സപ്പോസ് IT കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് ടാക്സ് 30% ഉണ്ടത് 20% ആക്കി കുറച്ചു എന്നുള്ളൊരു ലോ വരികയാണെന്നുണ്ടെങ്കിൽ ആളുകൾ എന്ത് ചെയ്യും, കൂടുതലും IT സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കും അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന ടാക്സ് ലോയിലെ ചേഞ്ചും പോർട്ട്ഫോളിയോ റിവിഷനെ ലീഡ് ചെയ്യാറുണ്ട്. ചേഞ്ച് ഇൻ മാർക്കറ്റ് കണ്ടീഷനിൽ വരുന്ന ചേഞ്ച് ഓൾറെഡി പറഞ്ഞു. എന്തെങ്കിലും തരത്തിലുള്ള പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റിയോ വാറോ അല്ലെങ്കിൽ നമ്മുടെ GDPയിൽ വരുന്ന ഗ്രോത്തോ അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ റേറ്റിൽ വരുന്ന ഗ്രോത്തോ, അങ്ങനെ ഒരു മാർക്കറ്റിൽ വരുന്ന എല്ലാ കണ്ടീഷൻസിനെയും നമ്മൾ ഒബ്സർവ് ചെയ്ത് നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ട് എങ്ങനെയാണോ വരുന്നത്, അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ പോർട്ട്ഫോളിയോനെ നമുക്ക് പലപ്പോഴും റിവൈസ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരാറുണ്ട്. ഓക്കെ, ദെൻ ചേഞ്ച് ഇൻ പോർട്ട്ഫോളിയോ പെർഫോമൻസ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ നമ്മുടെ പോർട്ട്ഫോളിയോ പെർഫോം ചെയ്യുന്നില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 10 സെക്യൂരിറ്റീസ് ഉണ്ടായിരുന്നു, അതിൽ 2-3 നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഈ 3 സെക്യൂരിറ്റീസിനെ മാറ്റേണ്ടതായിട്ട് വരും അല്ലേ. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ ഒരു പെർഫോമൻസ് കിട്ടുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, പോർട്ട്ഫോളിയോനെ റിവൈസ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് പോർട്ട്ഫോളിയോ റിവിഷൻ.
ഒന്നാമത്തെ എന്തായിരുന്നു? ചേഞ്ച് ഇൻ ഇൻവെസ്റ്റബിൾ ഫണ്ട്. ഇൻവെസ്റ്ററുടെ കയ്യിലുള്ള ഇൻവെസ്റ്റബിൾ ഫണ്ടിൽ വരുന്ന ചേഞ്ചസ്, റിസ്ക് അവേഷൻ, അതേപോലെ ഇൻവെസ്റ്റ്മെന്റ് ഗോൾസിൽ വരുന്ന ചേഞ്ച്, ടാക്സ് ലോയിൽ വരുന്ന ചേഞ്ച്, മാർക്കറ്റ് കണ്ടീഷനിൽ വരുന്ന ചേഞ്ച്, പോർട്ട്ഫോളിയോ പെർഫോമൻസ്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ പെർഫോം ചെയ്യാതെ വരികയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സെക്യൂരിറ്റീസ് കൂടുതലായിട്ട് പെർഫോം ചെയ്യുകയൊക്കെ ചെയ്യുന്ന സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? പോർട്ട്ഫോളിയോനെ റിവൈസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് പോർട്ട്ഫോളിയോ റിവിഷൻ. ദെൻ കൺസ്ട്രെയിൻസ് ഇൻ പോർട്ട്ഫോളിയോ റിവിഷൻ. ഇനി പോർട്ട്ഫോളിയോ റിവിഷൻ എന്താണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ചില കാര്യങ്ങൾ ഇവിടെ എന്താവാറുണ്ട്? ഒരു കൺസ്ട്രെയിൻസ് ആയിട്ട് അല്ലെങ്കിൽ ഈ പോർട്ട്ഫോളിയോ റിവിഷനെ ഹിൻഡ്രൻസസ് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ തടസ്സമായിട്ട് ചില കാര്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ കൺസ്ട്രെയിൻസ് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് പോർട്ട്ഫോളിയോ റിവിഷനിൽ നമ്മൾ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ, ഇൻവെസ്റ്റർ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലൊന്നാമത്തെയാണ് ട്രാൻസാക്ഷൻ കോസ്റ്റ്. ഓക്കെ, അപ്പോൾ പോർട്ട്ഫോളിയോ റിവിഷനിലെ ഒന്നാമത്തെ കൺസ്ട്രെയിൻ ആണ് ട്രാൻസാക്ഷൻ കോസ്റ്റ്. ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മുടെ സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ട്രാൻസാക്ഷൻ കോസ്റ്റ് വരാറുണ്ട്, അല്ലെങ്കിൽ ബ്രോക്കറേജ്, കമ്മീഷൻ, അങ്ങനെയെല്ലാം ചാർജ് വരാറുണ്ട്. അപ്പോൾ ആ ഒരു ബ്രോക്കറേജ് ആൻഡ് കമ്മീഷനൊക്കെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ബൈയിങ് ആൻഡ് സെല്ലിങ്ങിൻ്റെ സമയത്ത് നമുക്ക് എന്ത് വരാറുണ്ട്? കമ്മീഷനായിട്ടും ബ്രോക്കറേജ് ആയിട്ടും എമൗണ്ട്സ് വരാറുണ്ട്. അപ്പോൾ ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുക? ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ന് പറയാം. അപ്പോൾ പോർട്ട്ഫോളിയോ റിവിഷനിൽ എന്താണ്? നമ്മൾ ചിലപ്പോൾ വാങ്ങിക്കാം, ചിലപ്പോൾ വിൽക്കാം. അപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ഇത്തരത്തിൽ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ടാവാം? ട്രാൻസാക്ഷൻ കോസ്റ്റ് നമുക്കൊരു പ്രശ്നമായിട്ട് വരാം. മേ ബി ഒരു 6 months മുന്നേ ഞാനൊരു 10 ഷെയർ വാങ്ങിയതായിരിക്കും. പെട്ടെന്ന് തന്നെ ഞാൻ എന്താണ് റിവൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു സെക്യൂരിറ്റീസ് വിൽക്കുമ്പോൾ എനിക്ക് എന്ത് വരികയാണ്? ആ ട്രാൻസാക്ഷൻ കോസ്റ്റ് എനിക്ക് നഷ്ടമായിട്ട് വരികയാണ്. അതേപോലെ തന്നെ ചിലപ്പോൾ എന്താണ് പെട്ടെന്നായിരിക്കും മാർക്കറ്റ് കണ്ടീഷൻ മാറുക അല്ലേ? അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ 2 ദിവസം മുന്നേ വാങ്ങിയ ഷെയർ നമുക്ക് വിൽക്കേണ്ടി വരാം, അല്ലെങ്കിൽ 2 ദിവസം മുന്നേ നമ്മൾ ചെയ്ത ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് റോങ് ആയി എന്നൊക്കെ തോന്നാം. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലെല്ലാം എന്ത് സംഭവിക്കാം? ഈ ഒരു ട്രാൻസാക്ഷൻ കോസ്റ്റിൻ്റെ ഒരു പ്രോബ്ലം വരാം. അതായത് നമുക്ക് എന്താണ്? ഒരു നഷ്ടമായിട്ട് നമുക്ക് സംഭവിക്കാറുണ്ട്. ഓക്കെ, ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് സെക്യൂരിറ്റീസ് ഇൻവോൾവ് ട്രാൻസാക്ഷൻ കോസ്റ്റ് സച്ച് ആസ് ബ്രോക്കറേജ് ആൻഡ് കമ്മീഷൻ. നമ്മൾ എപ്പോഴും സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരാറുണ്ട്? ബ്രോക്കറേജ്, കമ്മീഷനൊക്കെ ചാർജ് ചെയ്യാറുണ്ട്. കമ്പനീസ് ചാർജ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അവിടെ ആ ഒരു മീഡിയേറ്റർ നമുക്ക് ചാർജ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു ചാർജസിനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ന് പറയുക. അപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് സെക്യൂരിറ്റീസ് ഫോർ പോർട്ട്ഫോളിയോ റിവിഷൻ മേ പുഷ് അപ്പ് ദ ട്രാൻസാക്ഷൻ കോസ്റ്റ്. അപ്പോൾ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ പോർട്ട്ഫോളിയോ റിവിഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, നമ്മൾ എപ്പോഴും അനലൈസ് ചെയ്ത് നമ്മുടെ പോർട്ട്ഫോളിയോനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പുതിയത് വാങ്ങിക്കുക, എക്സിസ്റ്റിംഗ് വിൽക്കുക, അത് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ത് ചെയ്യും? ഹൈ ആവാനായിട്ട് സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻ കോസ്റ്റ് കൂടുമ്പോൾ അത് നമ്മുടെ പോർട്ട്ഫോളിയോ റിവിഷനിൽ നിന്നുള്ള ഗെയിനിനെ റെഡ്യൂസ് ചെയ്യും. ഓക്കെ, സപ്പോസ് ഞാൻ 50 രൂപയ്ക്ക് ഒരു ഷെയർ വാങ്ങി അത് 70 രൂപയ്ക്ക് വിറ്റു. ഓക്കെ, 50 രൂപയ്ക്ക് ഒരു ഷെയർ വാങ്ങി 70 രൂപയ്ക്ക് വിറ്റു. 10 രൂപേൻ്റെ ട്രാൻസാക്ഷൻ കോസ്റ്റ് ആയിട്ട് വന്നു. അപ്പോൾ എന്താണ്? പ്രോഫിറ്റ് എനിക്ക് 10 രൂപയെ കിട്ടിയുള്ളൂ. ഓക്കെ, 50 രൂപയ്ക്ക് ഒരു ഷെയർ വാങ്ങി ഞാൻ 70 രൂപയ്ക്ക് വിറ്റു. 10 രൂപ ട്രാൻസാക്ഷൻ കോസ്റ്റ് വന്നു, 10 രൂപ എനിക്ക് പ്രോഫിറ്റ് വന്നുള്ളൂ. സെയിം സാധനം ഞാൻ 70 രൂപ ഉള്ള സാധനം 80 രൂപയ്ക്ക് പിറ്റേ ദിവസം വിറ്റു. ഓക്കെ, 70 രൂപയ്ക്ക് ഉണ്ടായിരുന്നത് ഞാൻ 80 രൂപയ്ക്ക് വിറ്റു എന്ന് വിചാരിക്കാം. എൻ്റെ കയ്യിൽ വേറൊരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? 10 രൂപയാണ് പ്രോഫിറ്റ്, പക്ഷേ എനിക്ക് എന്ത് കൊടുക്കേണ്ടി വരും? എൻ്റെ ട്രാൻസാക്ഷൻ കോസ്റ്റ് ആയിട്ടുള്ള 10 rupees ചാർജ് വരും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ബൈയിങ് ആൻഡ് സെല്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഈ ഒരു ട്രാൻസാക്ഷൻ കോസ്റ്റ് നമ്മുടെ ആ ഒരു പ്രോഫിറ്റിനെ കുറയ്ക്കാനായിട്ടുള്ളൊരു റീസണായിട്ട് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ട്രാൻസാക്ഷൻ കോസ്റ്റിനെ പോർട്ട്ഫോളിയോ റിവിഷൻ്റെ കൺസ്ട്രെയിൻഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയാണ് പോർട്ട്ഫോളിയോ റിവിഷനിലെ കൺസ്ട്രെയിൻസ് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെയാണ് ട്രാൻസാക്ഷൻ കോസ്റ്റ്. ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ബൈയിങ് ആൻഡ് സെല്ലിങ് സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ ഒരു ഇൻവെസ്റ്ററുടെ കയ്യിൽ നിന്ന് ബ്രോക്കറേജ് ആയിട്ടും കമ്മീഷനായിട്ടും ചാർജസ് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. ഈ ഒരു ചാർജിനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ന് പറയുക.
അപ്പോൾ പോർട്ട്ഫോളിയോ റിവിഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫ്രീക്വൻ്റ്ലി ഇത്തരത്തിൽ പർച്ചേസോ സെയിലോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ട്രാൻസാക്ഷൻ കോസ്റ്റ് വരും. ഓക്കെ, ഓരോ ട്രാൻസാക്ഷനും നമുക്ക് ട്രാൻസാക്ഷൻ കോസ്റ്റ് വരും. അപ്പോൾ ഇതൊരു ഫ്രീക്വൻ്റ്ലി നമുക്ക് സംഭവിക്കുമ്പോൾ നമ്മൾ എന്താവും, നമ്മുടെ ആ ഒരു ഓവറോൾ ഗെയിനിനെ അല്ലെങ്കിൽ ഓവറോൾ പ്രോഫിറ്റിനെ അത് റെഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ട്രാൻസാക്ഷൻ കോസ്റ്റിനെ പോർട്ട്ഫോളിയോ റിവിഷൻ്റെ ഒരു കൺസ്ട്രെയിൻഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. രണ്ടാമത് വരുന്നതാണ് ടാക്സിൻ്റെ കേസിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻ്റെ മുകളിൽ നമുക്ക് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ്റെ മുകളിൽ നമുക്ക് ടാക്സ്, ഇപ്പോൾ ഞാനൊരു ഇൻഡിവിജ്വൽ ഇന്ത്യൻ സിറ്റിസൺ ആയതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി എന്താണ് ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ എങ്ങനെയാണ് ക്യാപിറ്റൽ ഗെയിൻ? മെയിനായിട്ട് ക്യാപിറ്റൽ ഗെയിൻ 2 ടൈപ്പാണുള്ളത്. ഓക്കെ, ക്യാപിറ്റൽ ഗെയിനിൽ 2 ടൈപ്പാണ്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും. ഓക്കെ, മെയിനായിട്ട് 2 ടൈപ്പിൽ ക്യാപിറ്റൽ ഗെയിൻസ് വരാം. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും വരാം, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും വരാം. ഇപ്പോൾ 12 മാസത്തിൽ കൂടുതൽ ഒരു സെക്യൂരിറ്റി കയ്യിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ലോങ് ടേം ആയി മാറി. ഓക്കെ, 12 മാസം, അതായത് 1 വർഷത്തിൽ കൂടുതൽ ഒരു സെക്യൂരിറ്റി നമ്മൾ കയ്യിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ലോങ് ടേം ആയിട്ട് മാറി. 12 മാസത്തിൽ താഴെയാണെങ്കിൽ അത് ഷോർട്ട് ടേം ആണ്. ഓക്കെ, മോർ ദാൻ 12 മന്ത്സ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെക്യൂരിറ്റി എന്താണ്? ലോങ് ടേം ആണ്. സെക്യൂരിറ്റീസിൻ്റെ കാര്യം മാത്രമാണ് കേട്ടോ നമ്മൾ പറയണേ. ഓക്കെ, മോർ ദാൻ 12 മന്ത്സ് ഒരു സെക്യൂരിറ്റി ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോങ് ടേം ആണ്. ലെസ് ദാൻ 12 മന്ത് ആണെങ്കിൽ ഇതെന്താണ്? ഷോർട്ട് ടേം ആണ്. ഓക്കെ, 12 മാസത്തിൽ കൂടുതൽ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ടേമും 12 മാസത്തിൽ കുറവ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് ടേമും ആണ്. ലോങ് ടേം ആണെങ്കിലും ഷോർട്ട് ടേം ആണെങ്കിലും നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും. ലോങ് ടേം ഗെയിൻ ആണെങ്കിലും ഷോർട്ട് ടേം ഗെയിൻ ആണെങ്കിലും നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും. പക്ഷേ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ ടാക്സ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനേക്കാളും കൂടുതലാണ്. ഓക്കെ, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന് പറയുന്നത് ഹയർ ദാൻ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്. ഓക്കെ, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ ടാക്സ് എപ്പോഴും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ ടാക്സിനേക്കാൾ കൂടുതലാണ്. യൂഷ്വലി ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ ടാക്സ് 10% ആണെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ ടാക്സ് 15% ആണ് വരുന്നത്. അപ്പോൾ പോർട്ട്ഫോളിയോ റിവിഷനിൽ എന്താണ്? നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ബൈയിങ് ആൻഡ് സെല്ലിങ് ആണ് അല്ലേ. അപ്പോൾ 12 മാസമൊന്നും ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല, ഒരു സെക്യൂരിറ്റി ഹോൾഡ് ചെയ്യണം എന്നില്ല. കണ്ടിന്യൂസ് ആയിട്ട് പോർട്ട്ഫോളിയോ റിവൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും എന്ത് സംഭവിക്കില്ല, 12 മാസം പോലും ഒരു സെക്യൂരിറ്റി അയാൾ എന്ത് ചെയ്യണം എന്നില്ല, ഹോൾഡ് ചെയ്യണം എന്നില്ല. അപ്പോൾ അതെന്താണ്, ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ള ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് മാറും അല്ലേ. 100 രൂപയ്ക്ക് വാങ്ങിയൊരു സാധനം അയാൾ 150 രൂപയ്ക്ക് വിത്തിൻ 1 മന്ത് വിൽക്കുകയാണെങ്കിൽ ആ ഒരു 50 രൂപ എന്താണ് അയാളുടെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. 12 മാസത്തിൽ കൂടുതൽ ഹോൾഡ് ചെയ്യാത്തതുകൊണ്ട് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. അപ്പോൾ ആ ഒരു ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ മുകളിൽ അയാൾക്ക് കൂടുതൽ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് ടാക്സിന് എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്, പോർട്ട്ഫോളിയോ റിവിഷനിലെ ഒരു കൺസ്ട്രെയിൻഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് ഷെയർ വിൽക്കുന്നത് വഴി എന്തെങ്കിലും തരത്തിലുള്ള ഒരു ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഷോർട്ട് ടേം ആണെന്നുണ്ടെങ്കിൽ അതിന് ഹൈ ടാക്സ് ആയിരിക്കും. പോർട്ട്ഫോളിയോ റിവിഷനിൽ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ബൈയിങ് ആൻഡ് സെല്ലിംഗ് ആണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതലും അവിടെ എന്താണ് സംഭവിക്കുക, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് അവിടെ ചാൻസ് കൂടുതൽ. ഇപ്പോൾ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് എന്താണ്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് ലോങ് ടേമിനേക്കാൾ ടാക്സ് കൂടുതലായിട്ട് വരിക. അപ്പോൾ പലപ്പോഴും ആളുകൾ എന്ത് ചെയ്യും, ഈ ഒരു ടാക്സിനെ കൺസിഡർ ചെയ്തുകൊണ്ട് മാത്രം, ടാക്സ് അടയ്ക്കേണ്ടതെന്നുള്ളതുകൊണ്ട് മാത്രം ചിലപ്പോൾ റിവൈസ് ചെയ്യാതെയൊക്കെ സംഭവിക്കാറുണ്ട്. അതുകൊണ്ടാണ് ടാക്സ് ഈസ് കൺസിഡേർഡ് ആസ് എ കൺസ്ട്രെയിൻ ഫോർ പോർട്ട്ഫോളിയോ റിവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ടാക്സ് ഈസ് പേയബിൾ ഓൺ ക്യാപിറ്റൽ ഗെയിൻ അറൈസിങ് ഫ്രം സെയിൽ ഓഫ് സെക്യൂരിറ്റി. സെയിൽ ഓഫ് സെക്യൂരിറ്റി സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു പേ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്. നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ക്യാപിറ്റൽ ഗെയിൻ എന്താവാം, ലോങ് ടേമും ഉണ്ടാവാം, ഷോർട്ട് ടേമും ഉണ്ടാവാം. യൂഷ്വലി ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഈസ് ടാക്സ്ഡ് അറ്റ് ലോവർ റേറ്റ് ദാൻ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. അപ്പോൾ എന്താണ്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ ടാക്സ്
ഷോർട്ട് ടേമിനേക്കാളും കുറവാണ്. അതാണ് നമ്മളിവിടെ എഴുതിക്കുന്നത്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ ടാക്സ് ലോങ് ടേമിനേക്കാൾ കൂടുതലാണ് ഉണ്ടാവുക. സോ ടു ക്വാളിഫൈ ആസ് എ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എ സെക്യൂരിറ്റി മസ്റ്റ് ബി ഹെൽഡ് ബൈ എൻ ഇൻവെസ്റ്റർ ഫോർ എ പീരീഡ് ഓഫ് നോട്ട് ലെസ് ദാൻ 12 months. ഇനി എങ്ങനെയാണ് ഒരു സെക്യൂരിറ്റി ലോങ് ടേം ആവുക? 12 months കൂടുതൽ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു സെക്യൂരിറ്റി ലോങ് ടേം ആവുള്ളൂ. പക്ഷെ പോർട്ട്ഫോളിയോ റിവിഷൻ്റെ ഭാഗമായിട്ട് കണ്ടിന്യൂസ് റിവിഷൻ നടത്തുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ യൂഷ്വലി അയാൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല, 12 months കൂടുതലൊന്നും സെക്യൂരിറ്റി ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഒബ്വിയസ്ലി അത് എന്തായിട്ട് മാറും? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് മാറും. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? കൂടുതൽ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതെന്താവാറുണ്ട്? പോർട്ട്ഫോളിയോ റിവിഷന് ഒരു കൺസ്ട്രെയിൻ്റ് ആയിട്ട് അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ റിവിഷനിൽ ഒരു തടസ്സമായിട്ട് പലപ്പോഴും ഈ ഒരു ടാക്സ് എന്ന് പറയുന്ന ഫാക്ടർ മാറാറുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം പറഞ്ഞത് ട്രാൻസാക്ഷൻ കോസ്റ്റ് ആണ്, രണ്ടാമത്തെയാണ് ടാക്സ്. അടുത്തത് വരുന്നതാണ് then frequent sale of securities in the course of periodic portfolio revision or adjustment will result in short term capital gains which would be taxed at higher rate compared to long term capital gain. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഫ്രീക്വൻ്റ് ആയിട്ടുള്ള സെയിൽ വരികയാണെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിലേക്കാണ് പോവുക. അപ്പോൾ അവിടെ നമുക്ക് കൂടുതൽ ടാക്സ് കൊടുക്കേണ്ടി വരും. ദ ഹയർ ടാക്സ് ഓൺ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് മേ ആക്ട് ആസ് എ കൺസ്ട്രെയിൻറ്റ് ടു ഫ്രീക്വൻറ്റ് പോർട്ട്ഫോളിയോ റിവിഷൻ. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ ഹയർ ടാക്സ് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ റിവിഷൻ ഒരു കൺസ്ട്രെയിൻ്റ് ആയിട്ട് പലപ്പോഴും മാറാറുണ്ട്. ഓക്കെ, അടുത്ത് വരുന്ന ഒരു കൺസ്ട്രെയിൻ്റ് ആണ് സ്റ്റാറ്റ്യൂട്ടറി സ്റ്റിപ്പുലേഷൻ. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പോർട്ട്ഫോളിയോ റിവിഷൻ്റെ കൺസ്ട്രെയിൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കൺസ്ട്രെയിൻസ് ട്രാൻസാക്ഷൻ കോസ്റ്റ് ആയിരുന്നു, രണ്ടാമത്തത് ടാക്സ്, മൂന്നാമത് വരുന്നതാണ് സ്റ്റാറ്റ്യൂട്ടറി സ്റ്റിപ്പുലേഷൻസ്. സ്റ്റാറ്റ്യൂട്ടറി സ്റ്റിപ്പുലേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെ, ഗവൺമെൻറ് ഇനീഷ്യേറ്റ് ചെയ്യുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റിപ്പുലേഷൻ എന്ന് പറയാം. ഓക്കെ, സ്റ്റാറ്റ്യൂട്ടറി സ്റ്റിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ റൂൾസ് ആൻഡ് റെഗുലേഷൻ. ദ ലാർജസ്റ്റ് പോർട്ട്ഫോളിയോ ഇൻ എവറി കൺട്രി ഇസ് മാനേജ്ഡ് ബൈ ദ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനീസ് ആൻഡ് മ്യൂച്വൽ ഫണ്ട്സ്. എല്ലാ രാജ്യത്തും അവിടുത്തെ പോർട്ട്ഫോളിയോസ് മാനേജ് ചെയ്യുന്നത് ആരാണ്? മ്യൂച്വൽ ഫണ്ട്സോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനീസോ ആണ് അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവുക? അതിനെ മാനേജ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇന്ത്യയിലാണെങ്കിലും ഒരുപാട് മ്യൂച്വൽ ഫണ്ട്സ് കമ്പനീസും അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനീസും ഇൻ്റർമീഡിയറീസും ഉണ്ട്. അപ്പോൾ ദീസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആർ നോർമലി ഗവേൺഡ് ബൈ സർട്ടൈൻ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റിപ്പുലേഷൻ. അപ്പോൾ ഇവർക്കൊക്കെ എന്തുണ്ടായിരിക്കും? അവർക്ക് ചില സ്റ്റാറ്റ്യൂട്ടറി സ്റ്റിപ്പുലേഷൻസ് ഉണ്ടായിരിക്കും, അതായത് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും. അതായത് ഇത്ര മാസത്തിന് ശേഷം മാത്രമേ നമുക്ക് വീണ്ടും സെയിൽ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, അല്ലെങ്കിൽ ഇത്ര ശതമാനം നമുക്ക് കമ്മീഷൻ കൊടുക്കേണ്ടതായിട്ട് വരും, ഇത്ര ശതമാനം നമുക്ക് ബ്രോക്കറേജ് കൊടുക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അത്തരത്തിൽ ചിലപ്പോൾ ചില റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ റൂൾസോ റെഗുലേഷൻസോ ഉണ്ടാവാം. ദീസ് സ്റ്റിപ്പുലേഷൻസ് ഓഫൺ ആക്ട് ആസ് എ കൺസ്ട്രെയിൻറ്റ് ഇൻ ടൈംലി പോർട്ട്ഫോളിയോ റിവിഷൻ. ഈ ഒരു സ്റ്റിപ്പുലേഷൻസും എന്തായിട്ട് മാറാറുണ്ട്? പലപ്പോഴും കൺസ്ട്രെയിൻസ് ആയിട്ട് മാറാറുണ്ട്. ഓക്കെ, അപ്പം പോർട്ട്ഫോളിയോ റിവിഷൻ്റെ മൂന്നാമത്തെ കൺസ്ട്രെയിൻ ആണ് സ്റ്റാറ്റ്യൂട്ടറി സ്റ്റിപ്പുലേഷൻ. സ്റ്റാറ്റ്യൂട്ടറി സ്റ്റിപ്പുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. ഇപ്പോൾ ഇന്ത്യയിൽ മെയിനായിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോയും ഇൻവെസ്റ്റ്മെൻറ്റ്സിനും ഒക്കെ മാനേജ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സ്, ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഒക്കെ അതിൽ വരുന്നതാണ്. അപ്പോൾ ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർ എന്ത് ചെയ്യും? പലതരത്തിലുള്ള റെഗുലേഷൻസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവരും. അപ്പോൾ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പലപ്പോഴും പോർട്ട്ഫോളിയോ റിവിഷനിൽ ഒരു കൺസ്ട്രെയിൻ്റ് ആയിട്ട് വരാം. ചില ലിമിറ്റും കാര്യങ്ങളൊക്കെ വയ്ക്കും. ഇത്ര എമൗണ്ടിൽ കൂടുതൽ ഒരു ദിവസം ട്രാൻസാക്ഷൻ പാടില്ല, അല്ലെങ്കിൽ ഇത്ര എണ്ണം കൂടുതൽ ട്രാൻസാക്ഷൻ പാടില്ല, അങ്ങനെ പലതരത്തിലുള്ള സ്റ്റാറ്റ്യൂട്ടറി സ്റ്റിപ്പുലേഷൻസ് ഉണ്ടാവാം. അപ്പോൾ ഇതും എന്താവാറുണ്ട്? പലപ്പോഴും പോർട്ട്ഫോളിയോ റിവിഷൻ്റെ ഒരു കൺസ്ട്രെയിൻ്റ് ആയിട്ട് മാറാറുണ്ട്. ഓക്കെ, ദെൻ ഇൻട്രിൻസിക് ഡിഫിക്കൽട്ടി. നാലാമത് വരുന്ന പോർട്ട്ഫോളിയോ റിവിഷൻ്റെ കൺസ്ട്രെയിൻ്റ് ആണ് ഇൻട്രിൻസിക് ഡിഫിക്കൽട്ടി. പോർട്ട്ഫോളിയോ റിവിഷൻ ഈസ് എ ഡിഫിക്കൽട്ട് ആൻഡ് ടൈം കൺസ്യൂമിങ് എക്സസൈസ്. എന്താണ്? ഇതൊരു ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് അല്ലേ? കാരണം നമ്മൾ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളെയും അനലൈസ് ചെയ്ത് ഒബ്സർവ് ചെയ്ത് ടൈം എടുത്ത് ചെയ്താൽ മാത്രമേ ഇതൊരു സക്സസ്ഫുൾ ആവുള്ളൂ. നമുക്ക് ഒറ്റ ദിവസം കൊണ്ടൊന്നും നമുക്ക് എന്തിലേക്ക് എത്താൻ പറ്റില്ല, ഒരു ഡിസിഷനിലേക്ക് എടുക്കാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ ഇന്ന് ഒരു കമ്പനിയുടെ സെക്യൂരിറ്റി പെർഫോമൻസ് ലോ ആയിരിക്കാം, പക്ഷേ വിത്തിൻ നെക്സ്റ്റ് ഡേ ചിലപ്പോൾ എന്താവാം, ആ ഒരു പെർഫോമൻസ് ഹൈ ആവാം. അപ്പോൾ പെട്ടെന്നൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. ടൈം എടുത്ത് അനലൈസ് ചെയ്ത് ഒബ്സർവ് ചെയ്താൽ മാത്രമേ നമുക്ക് റിവൈസ് ചെയ്യണോ, അല്ലെങ്കിൽ എങ്ങനെ റിവൈസ് ചെയ്താലാണ് നമുക്ക് മാക്സിമം റിട്ടേൺ അറ്റ് മിനിമം ലെവൽ ഓഫ് റിസ്ക് എൻഷുർ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ എന്താണ്, ഒരു ടൈം എടുക്കും. ദ മെത്തഡോളജി ടു ബി ഫോളോഡ് ഫോർ പോർട്ട്ഫോളിയോ റിവിഷൻ ഈസ് ഓൾസോ നോട്ട് ക്ലിയർലി എസ്റ്റാബ്ലിഷ്ഡ്. ഇനി എങ്ങനെ നമ്മൾ ഇത് ഫോളോ ചെയ്യണം, എങ്ങനെ നമ്മൾ പോർട്ട്ഫോളിയോ റിവൈസ് ചെയ്യണം എന്നുള്ള അതിനൊരു കൃത്യമായിട്ട് അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു മെത്തഡോളജി ഇല്ല എന്നുള്ളതും ഇതിൻ്റെ ഒരു കൺസ്ട്രെയിൻ്റ് ആയിട്ട്
പറയാറുണ്ട്. ഓക്കെ, ഇതൊരു ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ടൈം കൺസ്യൂമിങ് മാത്രമല്ല, ഇത് നമുക്ക് എങ്ങനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ ഏത് മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം റിട്ടേൺ കിട്ടും എന്നൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒരിക്കലും എൻഷുർ ചെയ്തിട്ട് പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഒരുപാട് ഫാക്ടേഴ്സ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് മാർക്കറ്റ് കണ്ടീഷൻസ് ഇവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും ഇന്ന മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇത്ര റിട്ടേൺ കിട്ടും എന്നൊന്നും ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഉറപ്പ് കൊടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതാണ് ഇൻട്രിൻസിക് ഡിഫിക്കൽട്ടി. അപ്പോൾ എപ്പോഴും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ നമുക്ക് കാര്യങ്ങൾ നടന്നുകൊള്ളണം എന്ന് ഇല്ല. അപ്പോൾ അതും എന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു പോർട്ട്ഫോളിയോ റിവിഷനെ കൺസ്ട്രെയിൻ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ റിവിഷനെ തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ട് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പോർട്ട്ഫോളിയോ റിവിഷനിൽ വരുന്ന കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തൊക്കെ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പോർട്ട്ഫോളിയോ റിവൈസ് ചെയ്യുന്ന സമയത്ത് ഇൻവെസ്റ്റർക്ക് പ്രശ്നങ്ങളായിട്ട് വരാറുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ റീതിങ്ക് ചെയ്യാനായിട്ട് ഫോഴ്സ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിലൊന്നാമത്തെയാണ് ട്രാൻസാക്ഷൻ കോസ്റ്റ്. ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്താണ്? ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യുകയും സെല്ല് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് അവരിൽ നിന്ന് ഈടാക്കുന്ന ബ്രോക്കറേജ് ആൻഡ് കമ്മീഷനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ന് പറയുക. അപ്പോൾ പോർട്ട്ഫോളിയോ റിവിഷനൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ബൈയിങ് ആൻഡ് സെല്ലിങ് ചെയ്യേണ്ടി വരും, അല്ലേ? ഫ്രീക്വൻ്റ് ആയിട്ട് വാങ്ങുകയും വിൽക്കുകയും ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്തരത്തിൽ പെട്ടെന്ന് വാങ്ങാൻ വിൽക്കുകയൊക്കെ അങ്ങനത്തെ ആക്ടിവിറ്റീസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അയാൾക്ക് അത്രയും ട്രാൻസാക്ഷൻ കോസ്റ്റ് കൂടി പേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ട്രാൻസാക്ഷൻ കോസ്റ്റ് ആക്ച്വലി നമ്മുടെ ഗെയിനിനെ അല്ലെങ്കിൽ നമ്മുടെ പ്രോഫിറ്റിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഒരു റീസൺ ആവും. അപ്പോൾ അതുകൊണ്ടാണ് ട്രാൻസാക്ഷൻ കോസ്റ്റിനെ ഒരു കൺസ്ട്രെയിൻ്റ് ആയിട്ട് പറയുന്നത്. ഈ ടാക്സിൻ്റെ കേസിലാണെങ്കിലോ 12 monthsൽ കുറവ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്യൂരിറ്റി എന്താണ്, അല്ലെങ്കിൽ ആ സെക്യൂരിറ്റിയിലെ സെയിലിലൂടെ നമുക്ക് കിട്ടുന്നത് എന്താണ്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. 12 monthsൽ കൂടുതൽ ഹോൾഡ് ചെയ്ത സെക്യൂരിറ്റി വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും. പോർട്ട്ഫോളിയോ റിവിഷൻ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരാൾ ഒരിക്കലും 12 months ഒരു സെക്യൂരിറ്റി ഹോൾഡ് ചെയ്യാനായിട്ട് സാധ്യതയില്ല. അപ്പോൾ അയാൾക്ക് ആ ഒരു സെക്യൂരിറ്റി വിൽക്കുമ്പോൾ 12 months പോലും ഹോൾഡ് ചെയ്യാത്ത സെക്യൂരിറ്റി വിൽക്കുന്ന സമയത്ത് അയാൾക്ക് എപ്പോഴും എന്താണ്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് അയാൾക്ക് ഉണ്ടാവുക. ഇനി ഇന്ത്യയിലെ നിയമം അനുസരിച്ച് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആർ മോർ ടാക്സബിൾ ദാൻ ദി ലോങ് ടേം. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനേക്കാളും ടാക്സ് കൂടുതൽ ചാർജ് ചെയ്യുന്നത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ മുകളിലാണ്. അപ്പോൾ അതുകൊണ്ട് പോർട്ട്ഫോളിയോ റിവിഷൻ പലപ്പോഴും ഒരു കൺസ്ട്രെയിൻ്റ് ആയിട്ട് ടാക്സ് ആക്ട് ചെയ്യാറുണ്ട്. ദെൻ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റിപ്പുലേഷൻ. ഇവിടെ മാനേജ് ചെയ്യുന്ന ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ പോർട്ട്ഫോളിയോനൊക്കെ മാനേജ് ചെയ്യുന്ന കമ്പനീസ്, മ്യൂച്വൽ ഫണ്ട്സ് കമ്പനീസ് ഉണ്ടായിരിക്കും. അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ഇത്തരത്തിലുള്ള പോർട്ട്ഫോളിയോ റിവിഷനെ കൺസ്ട്രെയിൻസ് ആയിട്ട് വരാറുണ്ട്. ദെൻ ഇൻട്രിൻസിക് ഡിഫിക്കൽട്ടി. ഇതൊരു ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രോസസ്സാണ്. കൃത്യമായിട്ടൊരു മെത്തഡോളജി, ഇന്ന മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം റിസൾട്ട് കിട്ടും എന്ന് പറയുന്ന ഒരു മെത്തഡോളജി ഇതുവരെ ക്ലിയർലി നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പം ഇതും എന്താണ്, നമ്മുടെ ഈ ഒരു പോർട്ട്ഫോളിയോ റിവിഷൻ്റെ കൺസ്ട്രെയിൻ്റ് ആയിട്ട് വരുന്ന കാര്യമാണ്. നമുക്ക് നെക്സ്റ്റ് വരുന്നതാണ് പോർട്ട്ഫോളിയോ റിവിഷൻ സ്ട്രാറ്റജി. ഓക്കെ, എന്തൊക്കെയാണ് പോർട്ട്ഫോളിയോ റിവിഷൻ സ്ട്രാറ്റജീസ് എന്ന് നോക്കാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് പോർട്ട്ഫോളിയോനെ റിവൈസ് ചെയ്യാനായിട്ട് പറ്റുക. മെയിനായിട്ട് 2 സ്ട്രാറ്റജീസ് ആണുള്ളത്. 2 different strategies may be adopted for the portfolio revision include active revision strategy. ഓക്കെ, ഇപ്പോൾ ഒന്നാമത്തെ പോർട്ട്ഫോളിയോ റിവിഷൻ സ്ട്രാറ്റജിയാണ് ആക്റ്റീവ് റിവിഷൻ സ്ട്രാറ്റജി. ആ പേരിൽ തന്നെ മനസ്സിലാക്കല്ലേ, ആക്റ്റീവ് എന്ന് പറയുന്നത് ഹൈലി ആക്റ്റീവ് ആയിരിക്കും, അല്ലേ? അതായത് നമ്മുടെ ആ ഒരു പ്രസൻസ് നമ്മൾ മാക്സിമം അതിനെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു രീതിയിലായിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ്, ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ആ ഒരു ചേഞ്ച് നമുക്കിവിടെ എന്ത് സംഭവിക്കും, നമ്മുടെ പോർട്ട്ഫോളിയോയിൽ വന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ചേഞ്ചസ് കൊണ്ടുവരുന്ന സ്ട്രാറ്റജീനെയാണ് ആക്റ്റീവ് റിവിഷൻ സ്ട്രാറ്റജി എന്ന് പറയാം. ഓക്കെ, ഫ്രീക്വൻ്റ്ലി ആ ഒരു പേരിൽ തന്നെ മനസ്സിലാക്കാം, അല്ലെ? ആക്റ്റീവാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ, അല്ലെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ബൈയിങ് ആൻഡ് സെല്ലിങ് കണ്ടക്ട് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് ആക്റ്റീവ് റിവിഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ഫ്രീക്വൻറ്റ് ആൻഡ് സംടൈംസ് സബ്സ്റ്റാൻഷ്യൽ അഡ്ജസ്റ്റ്മെന്റ്സ് ടു ദി പോർട്ട്ഫോളിയോ. ഫ്രീക്വൻ്റ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് നമ്മുടെ പോർട്ട്ഫോളിയോന് സംഭവിക്കും. ഹിയർ ദി ഇൻവെസ്റ്റേഴ്സ് ബിലീവ് ദാറ്റ് സെക്യൂരിറ്റി മാർക്കറ്റ്സ് ആർ നോട്ട് കണ്ടിന്യൂസ്ലി എഫിഷ്യൻറ്റ്. ഇവിടെ എന്താണ്, നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് ബിലീവ് ചെയ്യുന്നത് എന്താണ്, സെക്യൂരിറ്റി മാർക്കറ്റ് ഒരിക്കലും കണ്ടിന്യൂസ്ലി എന്താണ്, എഫിഷ്യൻ്റ് അല്ല. എപ്പോഴും എന്ത് ചെയ്യാം, അതിൽ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കാം. സെക്യൂരിറ്റീസ് ക്യാൻ ബി മിസ്പ്രൈസ്ഡ്. ഇപ്പം ഇന്നത്തെ പ്രൈസ് ആവില്ലേ നാളെ,
അല്ലെങ്കിൽ ഇന്ന് ചിലപ്പോൾ ഓവർ പ്രൈസ്ഡ് ആവാം, അല്ലെങ്കിൽ ഇന്ന് ചിലപ്പോൾ അണ്ടർ പ്രൈസ്ഡ് ആവാം. അപ്പം അതെന്താണ് എപ്പോഴും നമ്മൾ അനലൈസ് ചെയ്ത് എപ്പോഴും നമ്മൾ ബൈങ് ആൻഡ് സെല്ലിങ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ള ആ ഒരു തോട്ടിൽ വരുന്ന ഒരു സ്ട്രാറ്റജിയാണ് ആക്റ്റീവ് റിവിഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പോർട്ട്ഫോളിയോ റിവിഷൻ സ്ട്രാറ്റജിയിലെ ഒന്നാമത്തെ സ്ട്രാറ്റജിയാണ് ആക്റ്റീവ് റിവിഷൻ സ്ട്രാറ്റജി. ആക്റ്റീവായിട്ട് റിവൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ചസ് കൊണ്ടുവരേണ്ട ഒരു കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ് ഉള്ള ആളുകൾ പ്രിഫർ ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് ആക്റ്റീവ് റിവിഷൻ സ്ട്രാറ്റജി. ഇവിടെ അവരുടെ ഒരു ബേസ് എന്ന് പറയുന്നത് എന്താണ്? ഒരിക്കലും മാർക്കറ്റ് എന്തല്ല എഫിഷ്യൻ്റ് അല്ല, അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് മിസ്പ്രൈസ്ഡ് ആവാം. സെക്യൂരിറ്റീസിൻ്റെ പ്രൈസ് മിസ്പ്രൈസ്ഡ് ആവാം, മേ ബി അത് അണ്ടർ പ്രൈസ്ഡ് ആവാം, മേ ബി ഓവർ പ്രൈസ്ഡ് ആവാം. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒബ്സർവ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് പലപ്പോഴും റിവിഷൻ അല്ലെങ്കിൽ ചേഞ്ച് കൊണ്ടുവരേണ്ടതായിട്ട് ആവശ്യമാണ് എന്നുള്ള ഒരു ബേസിൽ വരുന്ന സ്ട്രാറ്റജിയാണ് ആക്റ്റീവ് റിവിഷൻ സ്ട്രാറ്റജി. ഇനി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നതാണ് പാസീവ് റിവിഷൻ സ്ട്രാറ്റജി. നേരത്തെ ആക്റ്റീവ് ആണെങ്കിൽ ഇവിടെ പാസീവ്. ഇവിടെ എന്താണ്? മൈനർ ചേഞ്ചസ് അല്ലെങ്കിൽ ഇൻഫ്രീക്വൻ്റ് ആയിട്ട് മാത്രമേ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്തുള്ളൂ. ഇവിടെ കൂടുതൽ എന്താണ്? മാർക്കറ്റ് എഫിഷ്യൻ്റ് ആണ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് മിസ്പ്രൈസ്ഡ് അല്ല എന്നുള്ളൊരു അസംഷനിൽ ഉള്ള ഇൻവെസ്റ്റേഴ്സ് ചൂസ് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് പാസീവ് റിവിഷൻ സ്ട്രാറ്റജി. ഓക്കെ, ഇവിടെ എന്താണ്? ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിനെ കുറേയും കൂടി എഫിഷ്യൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് മിസ്പ്രൈസ്ഡ് അല്ല, ഓക്കെ ആണ് പ്രൈസിംഗ് എന്ന് കൺസിഡർ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും? ഫ്രീക്വൻ്റ് ആയിട്ടൊന്നുമല്ല, വളരെ റെയർ ആയിട്ട് മാത്രം, കുറേ ടൈം കൂടുമ്പോൾ മാത്രം ഒന്ന് റിവൈസ് ചെയ്യുക. ആ റിവിഷൻ തന്നെ ചെറിയ എന്തെങ്കിലും മൈനർ ചേഞ്ചസ് മാത്രം കണ്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ട്രാറ്റജിയാണ് പാസീവ് റിവിഷൻ സ്ട്രാറ്റജി. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് രണ്ടെണ്ണമാണ്, ആക്റ്റീവും പാസീവും. ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻ്റ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും, എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പാസീവ് ആണെന്നുണ്ടെങ്കിലോ ഇൻഫ്രീക്വൻ്റ് ആയിരിക്കും, അതും ചേഞ്ച് വന്നാൽ തന്നെ അതൊരു മൈനർ ചേഞ്ച് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, ഇനി ഇതേപോലെ വരുന്ന ഫർദർ ക്ലാസിഫിക്കേഷൻ ഓഫ് റിവിഷൻ സ്ട്രാറ്റജീസ് ആണ് ബേസ്ഡ് ഓൺ ഫ്രീക്വൻസിയും ബേസ്ഡ് ഓൺ മെത്തേഡ് ഓഫ് റിവിഷനും. ഓക്കെ, ഫ്രീക്വൻസിയുടെ ബേസിസിലും മെത്തേഡ് ഓഫ് റിവിഷൻ്റെ ബേസിസിലും നമുക്കിതിനെ ഫർദർ ക്ലാസിഫൈ ചെയ്യാം. ബേസ്ഡ് ഓൺ ഫ്രീക്വൻസി നമുക്ക് 3 മെത്തേഡ്സ് ഓഫ് സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ 3 റിവിഷൻ സ്ട്രാറ്റജീസ് ആണുള്ളത്. ഫസ്റ്റ് വൺ കണ്ടിന്യൂസ് ഓർ ഡൈനാമിക്, പീരിയോഡിക് ഓർ റെഗുലർ, ദെൻ തേർഡ് വൺ ഇവൻറ്റ് സ്പെസിഫിക്. ഓക്കെ, അപ്പോൾ ബേസ്ഡ് ഓൺ ഫ്രീക്വൻസി, ബേസ്ഡ് ഓൺ മെത്തേഡ് ഓഫ് റിവിഷൻ, അങ്ങനെ രണ്ടായിട്ട് റിവിഷൻ സ്ട്രാറ്റജീസിന് നമുക്ക് മാറ്റാം. ഫ്രീക്വൻസിയുടെ ബേസിസിലാണെങ്കിൽ കണ്ടിന്യൂസ് ഉണ്ട്, പീരിയോഡിക് ഉണ്ട്, ഇവൻ്റ് ഉണ്ട്. ഇനി മെത്തേഡിൻ്റെ ബേസിസിലാണെങ്കിൽ റീബാലൻസിങ് ഉണ്ട്, ലൈഫ് സൈക്കിൾ ഉണ്ട്, സെക്ടർ റൊട്ടേഷൻ ഉണ്ട്. ഓക്കെ, അപ്പം വീണ്ടും ഒരു 6 ടൈപ്പ് ഓഫ് സ്ട്രാറ്റജീസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബേസ്ഡ് ഓൺ ഫ്രീക്വൻസി എന്തൊക്കെയാണെന്ന് നോക്കാം. ബേസ്ഡ് ഓൺ ഫ്രീക്വൻസിയിലെ ഫസ്റ്റ് മെത്തേഡാണ് കണ്ടിന്യൂസ് ഓർ ഡൈനാമിക് റിവിഷൻ. നമ്മുടെ എന്താണ്? ആക്റ്റീവ് പറഞ്ഞ പോലെ തന്നെ കണ്ടിന്യൂസ് ഓർ ഡൈനാമിക് ആണ്, ഫ്രീക്വൻ്റ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. ഓക്കെ, ഇവിടെ എന്താണ്? ഫ്രീക്വൻ്റ് ആയിട്ട് എപ്പോഴും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഇന്ന് സെക്യൂരിറ്റീസ് വാങ്ങിക്കും, പിന്നെ അതിൻ്റെ പെർഫോമൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ ഇല്ല എന്നുണ്ടെങ്കിൽ 2 ദിവസം കഴിഞ്ഞാൽ വിൽക്കും, ചിലപ്പോൾ പുതിയത് ആഡ് ചെയ്യും, വീണ്ടും നമ്മുടെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയിൽ ചേഞ്ച് വരും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്ട്രാറ്റജിയാണ് ഈ ഒരു കണ്ടിന്യൂസ് ഓർ ഡൈനാമിക് റിവിഷനിൽ വരിക. ഫ്രീക്വൻ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ടു ദ പോർട്ട്ഫോളിയോ ബേസ്ഡ് ഓൺ ഷോർട്ട് ടേം മാർക്കറ്റ് കണ്ടീഷൻസ് ഓർ ഓപ്പർച്യൂണിറ്റി. ഇവിടെ എന്താണ്? ഷോർട്ട് ടേം മാർക്കറ്റ് കണ്ടീഷൻസ്, ലോങ് ടേം അല്ല ഇവിടെ ഒരിക്കലും നോക്കുന്നത്. ഷോർട്ട് ടേം ആയിട്ടുള്ള ചേഞ്ചസിനനുസരിച്ച് പോലും നമ്മൾ എന്ത് ചെയ്യും? പോർട്ട്ഫോളിയോനെ റിവൈസ് ചെയ്യും. ആക്റ്റീവ്ലി റെസ്പോൺസ് ടു ചേഞ്ചിങ് സർക്കംസ്റ്റാൻസസ് വിത്ത് റെഗുലർ സംടൈംസ് ഈവൻ ഡെയിലി മോഡിഫിക്കേഷൻസ്. ഇവിടെ എന്താണ്? നമ്മുടെ മാർക്കറ്റിൽ വരുന്ന ചേഞ്ചിനനുസരിച്ച് നമ്മൾ ആക്റ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യും. ഇപ്പം എന്തെങ്കിലും തരത്തിലൊരു ചേഞ്ച്, പെട്ടെന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ദിവസം പോലും നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു ഫ്രീക്വൻ്റ് ആയിട്ട് സെയിൽ ആൻഡ് ബൈ ഒക്കെ കണ്ടക്ട് ചെയ്യും. ഡെയിലി നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ചെറിയൊരു വേരിയേഷൻ, ഇപ്പോൾ ചെറിയ ടെലികോമിൽ ചെറിയൊരു ഹൈപ്പ് കണ്ടാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? പെട്ടെന്ന് തന്നെ നമ്മുടെ പോർട്ട്ഫോളിയോ റിവൈസ് ചെയ്തിട്ട് ടെലികോം സെക്യൂരിറ്റീസ് വാങ്ങും. ചിലപ്പോൾ അതിന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഹെൽത്ത് സെക്ടറിനാണ് കൂടുതൽ റൈസ് കാണുന്നതെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ടെലികോം മാറ്റിയിട്ട് ഹെൽത്ത് സെക്ടർ ആക്കും. അപ്പം ഇത്തരത്തിൽ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നതിനെയാണ് കണ്ടിന്യൂസ് ഓർ ഡൈനാമിക് എന്ന് പറയാം. ഇപ്പം ഇവിടെ എന്താണ്? ആക്റ്റീവ്ലി റെസ്പോണ്ട് ചെയ്യാണ്. ഓക്കെ, പെട്ടെന്ന് തന്നെ മാർക്കറ്റിൽ വരുന്ന കണ്ടീഷൻ ചേഞ്ചിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യും. അത് മേ ബി ഡെയിലി മോഡിഫിക്കേഷൻസിലേക്ക് വരെ പലപ്പോഴും ലീഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ബേസ്ഡ് ഓൺ ഫ്രീക്വൻസിയിൽ ഒന്നാമത്തെ കണ്ടിന്യൂസ് റിവിഷൻ. ദെൻ പീരിയോഡിക് ഓർ റെഗുലർ റിവിഷൻ. പീരിയോഡിക് റിവിഷൻ ആ പേര് തന്നെ, പീരിയോഡിക്കലി നമ്മളിവിടെ എന്താണ്? ഒരു പീരീഡ്,
ഒരു പെർട്ടിക്കുലർ പീരീഡിലായിരിക്കും നമ്മളിവിടെ റിവിഷൻസ് നടത്തുക. അഡ്ജസ്റ്റ്മെൻറ്റ്സ് മെയ്ഡ് അറ്റ് പ്രീഡിറ്റർമൈൻഡ് ഓർ പ്രീഡിഫൈൻഡ് ഇൻ്റർവെൽസ്. ഇവിടെ എന്താണ് പ്രീഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഇൻ്റർവെൽസിൽ മാത്രമേ നമ്മൾ റിവൈസ് ചെയ്യുള്ളൂ. അതായത് പിന്നെ നമ്മൾ പോർട്ട്ഫോളിയോ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റൂൾ എന്താണ്, ആഫ്റ്റർ 1 month മാത്രമേ ഞാൻ റിവൈസ് ചെയ്യുള്ളൂ. അപ്പോൾ ആഫ്റ്റർ 1 month മാത്രമേ ഞാൻ അനാലിസിസ് നടത്തിയാലും പെർഫോമൻസിനൊക്കെ അനലൈസ് ചെയ്ത് റിവിഷൻ എടുക്കുള്ളൂ. അപ്പോൾ അതേപോലെ ചിലപ്പോൾ ഇന്നെന്താവും, ക്വാർട്ടർലി ആയിരിക്കാം, 3 മാസം കൂടുമ്പോൾ റിവൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഹാഫ് ഇയർലി റിവൈസ് ചെയ്യുക, ആനുവലി റിവൈസ് ചെയ്യുക. അപ്പോൾ അതൊക്കെ ഓരോ ഇൻവെസ്റ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള ടൈം പീരീഡിൽ മാത്രം, എപ്പോഴല്ല, അവർക്ക് എന്താണ് കൃത്യം ഒരു ടൈം പീരീഡ് ഉണ്ട്. ആ റെഗുലറായിട്ട് ആ ടൈം പീരീഡിൽ മാത്രം പോർട്ട്ഫോളിയോനെ റിവൈസ് ചെയ്യുന്ന സ്ട്രാറ്റജീനെയാണ് പീരിയോഡിക് ഓർ റെഗുലർ റിവിഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ പീരിയോഡിക് ഓർ റെഗുലർ റിവിഷനിൽ നമ്മൾ ചേഞ്ച് കൊണ്ടുവരും പോർട്ട്ഫോളിയോയിൽ. എപ്പം മാത്രം, പീരിയോഡിക്കലി ആണ് ചേഞ്ച് കൊണ്ടുവരിക. അത് മേ ബി ക്വാർട്ടർലി ആവാം, ഹാഫ് ഇയർലി, സെമി ആനുവലി ആവാം, അല്ലെങ്കിൽ ആനുവലി ആവാം. ഇറ്റ് ഫോളോസ് എ സ്ട്രക്ചേർഡ് ഷെഡ്യൂൾസ് ഫോർ റിവ്യൂസ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് മെയിൻറ്റെയിനിങ് എ ഡിസിപ്ലിൻഡ് അപ്രോച്ച്. ഇവിടെ എന്താണ്, ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. കാരണം നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഡെയിലി ഒന്നും ചേഞ്ച് വരത്തില്ല. കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു റൂൾ ഉണ്ടായിരിക്കും. ഇത്ര മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഇത്ര ടൈം കൂടുമ്പോൾ മാത്രം റിവൈസ് ചെയ്യാന്നുള്ളൊരു റൂൾ ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറയുന്നത്, മെയിൻറ്റെയിൻഡ് എ ഡിസിപ്ലിൻഡ് അപ്രോച്ച്. ഒരു ഡിസിപ്ലിൻഡ് അപ്രോച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് പീരിയോഡിക് ഓർ റെഗുലർ റിവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ എന്തായിരുന്നു, ബേസ്ഡ് ഓൺ ഫ്രീക്വൻസി, കണ്ടിന്യൂസ് ആയിരുന്നു. രണ്ടാമത്തത് പീരിയോഡിക് ഓർ റെഗുലർ. മൂന്നാമത് എന്താണ്, ഇവന്റ് സ്പെസിഫിക്. ഇവന്റ് സ്പെസിഫിക്കിൽ എന്താ പറയുന്നത് വെച്ചാൽ, എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇവന്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇവിടെ റിവിഷൻ വരിക. ഓക്കെ, എന്തെങ്കിലും ഒരു ഇവന്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇവന്റ് നടന്നു കഴിഞ്ഞാൽ റിവൈസ് ചെയ്യുക. അപ്പോൾ മേ ബി ഒരു എലക്ഷൻ വന്നു, അപ്പോൾ ആ എലക്ഷൻ്റെ ബേസിസിൽ നമ്മൾ റിവൈസ് ചെയ്യുക. അല്ലെങ്കിൽ മേ ബി എന്താണ്, ഫെസ്റ്റിവൽ സീസൺ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസിസിൽ റിവൈസ് ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും ഒരു ഇവന്റിനെ ബേസ് ചെയ്തിട്ട് റിവിഷൻ കണ്ടക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രാറ്റജീനെയാണ് നമ്മൾ ഇവന്റ് സ്പെസിഫിക് റിവിഷൻ എന്ന് പറയാം. ഓക്കെ, അഡ്ജസ്റ്റ്മെന്റ്സ് ട്രിഗേർഡ് ബൈ സ്പെസിഫിക് ഇവന്റ്സ് സച്ച് ആസ് എക്കണോമിക് ഷിഫ്റ്റ്, ജോഗ്രഫിക്കൽ ഇവന്റ്സ് ഓർ മേജർ ലൈഫ് ടൈം. ഇപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ എപ്പോഴും എന്താണ്, എന്തെങ്കിലും ഒരു ഇവന്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും റിവിഷൻ ഉണ്ടാവുക. അത് എക്കണോമിക് ഷിഫ്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ ഗ്രോത്ത് ആയിരിക്കാം, അല്ലെങ്കിൽ ലോ ആയിട്ട് വരുന്ന എക്കണോമിക് കണ്ടീഷൻസ് ആയിരിക്കാം, ജോഗ്രഫിക്കലി വരുന്ന ഇവന്റ്സ് ആയിരിക്കാം, ലൈഫിൽ വരുന്ന ചേഞ്ചസ്. അങ്ങനെ എന്തെങ്കിലും ഒരു ഇവന്റിനെ ബേസ് ചെയ്തിട്ട് മാത്രം റിവൈസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു എന്തെങ്കിലും ഒരു ഇവന്റ് സംഭവിക്കുമ്പോൾ മാത്രം നമ്മുടെ പോർട്ട്ഫോളിയോനെ റിവൈസ് ചെയ്യുന്ന സ്ട്രാറ്റജീനെയാണ് ഇവന്റ് സ്പെസിഫിക് റിവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് ഫ്രീക്വൻസി, ബേസ്ഡ് ഓൺ ഫ്രീക്വൻസി നമുക്ക് 3 മെത്തേഡ്സ് ആണുള്ളത്. ഒന്ന് കണ്ടിന്യൂസ് ഓർ ഡൈനാമിക്, ഫ്രീക്വൻ്റ് ആണ്, ഡെയിലി ബേസിസിൽ വരെ ചേഞ്ചസ് വരാം, ആക്റ്റീവ്ലി റെസ്പോണ്ട് ചെയ്യാണ് അവർ മാർക്കറ്റ് കണ്ടീഷൻ ചേഞ്ചസിന്. പീരിയോഡിക് ആണെന്നുണ്ടെങ്കിലോ അവിടെ കൃത്യമായിട്ടൊരു പീരിയഡ് ഫോളോ ചെയ്യും. ഒന്നല്ലെങ്കിൽ ക്വാർട്ടർലി, അല്ലെങ്കിൽ ആനുവലി, അല്ലെങ്കിൽ സെമി ആനുവലി, അങ്ങനെ കൃത്യം പീരിയഡിൽ മാത്രം എന്താണ് റിവിഷൻ കണ്ടക്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനെ കുറച്ചുകൂടി ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു അപ്രോച്ച് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദെൻ ദ തേർഡ് വൺ, ഇവന്റ് സ്പെസിഫിക് റിവിഷൻ. ഇവിടെ എന്താണ്, എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇവന്റിനെ ആസ്പദമാക്കി, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഇവന്റിനെ ബേസ് ചെയ്തിട്ട് മാത്രം റിവിഷൻ കണ്ടക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് ഇവന്റ് സ്പെസിഫിക് റിവിഷൻ. ഓക്കെ, അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് ഫ്രീക്വൻസി ഇത്രയും മെത്തേഡ്സ് ആണ്. ഇനി ഓൺ ദ ബേസിസ് ഓഫ് മെത്തേഡ് ഓഫ് റിവിഷൻ, ബേസ്ഡ് ഓൺ മെത്തേഡ് നമുക്ക് 3 ഉണ്ട്. റീബാലൻസിങ്, ലൈഫ് സൈക്കിള്, സെക്ടർ റൊട്ടേഷൻ. ഓക്കെ, ബേസ്ഡ് ഓൺ മെത്തേഡ് ഓഫ് റിവിഷൻ വീണ്ടും നമുക്ക് ഫർദർ ഒരു 3 റിവിഷൻ സ്ട്രാറ്റജീസ് കൂടിയുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ആണ് റീബാലൻസിങ്. പീരിയോഡിക്കലി റീഅലൈൻ യുവർ പോർട്ട്ഫോളിയോ ബാക്ക് ടു യുവർ ടാർഗറ്റ് അസറ്റ് അലോക്കേഷൻ. ഇവിടെ എന്താണ്, ഒരു പീരിയോഡിക്കലി നമ്മൾ എന്ത് ചെയ്യാണ്, റീഅലൈൻ ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്, നമ്മുടെ ടാർഗറ്റ് അസറ്റ് അലോക്കേഷന് വേണ്ടിയിട്ട്. ഓക്കെ, മേ ബി ഞാൻ എന്ത് ചെയ്യും, ഒരു 1 lakh rupees ആയിരിക്കാം ഞാൻ എൻ്റെ ടാർഗറ്റ് അസറ്റ് അലോക്കേഷൻ എന്ന് പറയുന്നത്. 1 ലക്ഷം രൂപയാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ മേ ബി ഈ 1 ലക്ഷത്തിന് ഞാൻ ഡിവൈഡ് ചെയ്ത് 50,000 ഷെയറിലും 50,000 ഡിബഞ്ചറിലുമായിട്ടായിരിക്കും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഞാൻ റിവൈസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ, അല്ലെങ്കിൽ പെർഫോമൻസ് അനലൈസ് ചെയ്യുന്ന സമയത്ത് ചിലത് അണ്ടർ പെർഫോംഡ് ആയിരിക്കാം, ചിലത് ഓവർ പെർഫോംഡ് ആയിരിക്കാം. അപ്പോൾ ഈ ഒരു റീബാലൻസിങ് സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ this involves selling overperforming assets and buying underperforming ones to maintain the desired balance of stocks.
ഓക്കെ, ഇപ്പം ഇവിടെ എന്താണ് അവർ ചെയ്യുക? അവർ ഓവർ പെർഫോമിംഗ് ആയിട്ടുള്ള അസറ്റ്സിനെ വിൽക്കുകയും അണ്ടർ പെർഫോമിംഗ് ആയിട്ടുള്ള അസറ്റ്സിനെ വാങ്ങുകയും ചെയ്യും. ഓക്കെ, റീബാലൻസിങ്ങിൽ അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് ഒരു ബാലൻസ് ഫോളോ ചെയ്യാന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റ് അസറ്റ് അലോക്കേഷൻ്റെ ബാലൻസ്. ഇപ്പോൾ 1 lakhൽ 50,000 ഷെയറും 50,000 ഡിബഞ്ചറും ആണെന്ന് വിചാരിക്കുക. ഓക്കെ, 50,000 ഷെയറിലും 50,000 ഡിബഞ്ചറിലും ഉണ്ട്. മേ ബി എൻ്റെ ഷെയറിൻ്റെ പെർഫോമൻസ് ബെറ്റർ ആയിട്ട് ഇതൊരു 75,000 ആയി. ഓക്കെ, മേ ബി എൻ്റെ ഷെയറിൻ്റെ പെർഫോമൻസ് ബെറ്റർ ആയിട്ട് 75,000 ആയി. ഡിബഞ്ചറിന് മാറ്റമൊന്നുമില്ല. ഓക്കെ, ഇത് ഷെയറാണ്, ഇത് ഡിബഞ്ചറാണ്. ഓക്കെ, ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത സമയത്ത് എങ്ങനെയായിരുന്നു? രണ്ടും 1:1 എന്നുള്ള പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടായിരുന്നു 50,000 ഷെയറിലും 50,000 ഡിബഞ്ചറിലും. പക്ഷെ പിന്നീട് എന്തായി? എൻ്റെ ഷെയറിൻ്റെ പെർഫോമൻസ് ഹൈ ആയി, ഡിബഞ്ചറിൻ്റെ പെർഫോമൻസിൽ ചേഞ്ച് ഒന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ഈ ഒരു ബാലൻസ് കീപ്പ് ചെയ്യുന്നതിനായിട്ട് ഈ എക്സ്ട്രാ 25,000 ഞാൻ എന്ത് ചെയ്യും? സെല്ല് ചെയ്യും. ഓക്കെ, ഈ എക്സ്ട്രാ അല്ലെങ്കിൽ ഓവർ പെർഫോമിംഗ് ആയിട്ട് വരുന്ന അസറ്റ്സിനെ സെല്ല് ചെയ്യും. അതേപോലെ അണ്ടർ പെർഫോമിംഗ് ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ 40,000 ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ബൈ ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നതിനെയാണ് റീബാലൻസിങ് എന്ന് പറയുന്നത്. ഓക്കെ, റീബാലൻസിങ്ങിൽ ഇൻവെസ്റ്ററുടെ എയിം എന്ന് പറയുന്നത് ഒരു ബാലൻസ് കൊണ്ടുപോവുക അല്ലെങ്കിൽ ബാലൻസ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ എന്താണ്? ഇവിടെ ഓവർ പെർഫോമിംഗ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആ സെക്യൂരിറ്റീസിനെ വിൽക്കുകയും അണ്ടർ പെർഫോമിംഗ് ആയിട്ട് വരുന്ന സെക്യൂരിറ്റീസിനെ പർച്ചേസ് ചെയ്യുകയും ചെയ്യും. അപ്പം ഇത്തരത്തിൽ എന്താണ് ആ ഒരു റേഷ്യോ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ബാലൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് റീബാലൻസിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. ഓക്കെ, ഇപ്പം ഇത്രയും കാര്യം ഓർത്ത് വെച്ചാൽ മതി. അണ്ടർ പെർഫോമിംഗ് ആയിട്ടുള്ള അസറ്റ്സിനെ പർച്ചേസ് ചെയ്യുകയും ഓവർ പെർഫോമിംഗ് ആയിട്ടുള്ള സെക്യൂരിറ്റീസിനെ വിൽക്കുകയും ചെയ്യുന്ന റിവിഷൻ സ്ട്രാറ്റജിയാണ് റീബാലൻസിങ്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ബേസ്ഡ് ഓൺ ദ മെത്തേഡ് ഓഫ് റിവിഷൻ എന്താണ്? റീബാലൻസിങ് ആണ്. റീബാലൻസിങ്ങിൽ എന്താണ്? ഓവർ പെർഫോമിംഗ് ആയിട്ടുള്ള അസറ്റ്സിനെ വിൽക്കുകയും അണ്ടർ പെർഫോമിംഗ് ആയിട്ടുള്ള അസറ്റ്സിനെ പർച്ചേസ് ചെയ്യുകയും ചെയ്യും ടു മെയിൻറ്റെയിൻ ദി ഡിസൈർഡ് ബാലൻസ് ഓഫ് സ്റ്റോക്സ്, ബോണ്ട്സ് ആൻഡ് അതർ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇവിടെ എന്താണ്? നമുക്കൊരു ബാലൻസ് ഉണ്ട്, ഇത്ര എമൗണ്ട് ഇന്നതിലേക്ക് ഇത്ര എമൗണ്ട് ഇന്നതിലേക്ക് എന്നുണ്ടായിരിക്കും. ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു എമൗണ്ടിൻ്റെ അലോക്കേഷൻ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് വൺ ലൈഫ് സൈക്കിൾ ഓർ ടാർഗറ്റ് ഡേറ്റ് സ്ട്രാറ്റജി. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്ററുടെ ഏജിനനുസരിച്ച് അയാളുടെ റിവിഷൻ നടത്തണോ അല്ലെങ്കിൽ എങ്ങനെ പോർട്ട്ഫോളിയോയിൽ ചേഞ്ച് കൊണ്ടുവരണം എന്ന് ഫിക്സ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു സ്ട്രാറ്റജിയാണ് ലൈഫ് സൈക്കിൾ അല്ലെങ്കിൽ ടാർഗറ്റ് ഡേറ്റ്. ഓക്കെ, ലൈഫ് സൈക്കിളിൽ ഇൻവെസ്റ്ററുടെ ഏജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പോർട്ട്ഫോളിയോ റിവിഷനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിസ്ക് അവേർഷൻ ലെവൽ അല്ലെങ്കിൽ റിസ്ക് പ്രിഫറൻസ് ലെവൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേ ബി ഒരു പർട്ടിക്കുലർ ഏജിന് ശേഷം അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ അവരുടെ റിസ്ക് പ്രിഫറൻസ് റേറ്റ് എല്ലാം കുറവായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത്തരത്തിൽ ആ ഒരു ഏജിനെയൊക്കെ കൺസിഡർ ചെയ്ത് അല്ലെങ്കിൽ അവരുടെ ലൈഫ് സൈക്കിളിനെ കൺസിഡർ ചെയ്തിട്ട് റിവിഷൻ എങ്ങനെ കണ്ടക്ട് ചെയ്യണം എന്ന് ഫിക്സ് ചെയ്യുന്ന സ്ട്രാറ്റജീനെയാണ് ലൈഫ് സൈക്കിൾ ഓർ ടാർഗറ്റ് ഡേറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, അഡ്ജസ്റ്റ് ദെയർ അസറ്റ് അലോക്കേഷൻ ബേസ്ഡ് ഓൺ ആൻ ഇൻവെസ്റ്റേഴ്സ് ഏജ് ആൻഡ് ടൈമിംഗ് ടു റിട്ടയർമെൻറ്റ്. ഇവിടെ എന്താണ്? ഇൻവെസ്റ്ററുടെ ഏജും അയാളുടെ റിട്ടയർമെൻറ്റ് ടൈമിനെയും കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ റിവിഷൻ നടത്തുക. അപ്പോൾ മേ ബി എന്തായിരിക്കും? റിസ്ക് കുറവുള്ള സെക്യൂരിറ്റീസിനെ ആഡ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഇവിടെ പോർട്ട്ഫോളിയോ റിവിഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുക. ദേ സ്റ്റാർട്ട് വിത്ത് എ ഹയർ അലോക്കേഷൻ ടു ഇക്വിറ്റീസ് ആൻഡ് ഗ്രാജുവലി ഷിഫ്റ്റ് ടു എ more conservative mix as the investor approaches retirement. ഹയർ അഗ്രസീവ് ആയിട്ടുള്ള ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നീട് ആ ഒരു റിട്ടയർമെൻറ്റിലേക്കൊക്കെ എത്തുമ്പോൾ എന്താണ്? കുറച്ചും കൂടി ഡിഫെൻസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി റിസ്ക് കുറവുള്ള സെക്യൂരിറ്റീസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള ആ ഒരു മെത്തേഡായിരിക്കും ഇവിടെ ഫോളോ ചെയ്യുക. അപ്പോൾ ഇവിടെ ഇൻവെസ്റ്ററുടെ ഏജിനാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ അവരുടെ ലൈഫ് സൈക്കിളിനാണ് ഇമ്പോർട്ടൻറ്റ്. കുറച്ചും കൂടി ഏജ് ആയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ അവർ റിട്ടയർമെൻറ്റിലേക്ക് അടുക്കുമ്പോൾ കുറച്ചും കൂടി എന്താണ്? റിസ്ക് കുറവുള്ള സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ പോർട്ട്ഫോളിയോനെ റിവൈസ് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് ഈ ലൈഫ് സൈക്കിൾ ഓർ ടാർഗറ്റ് ഡേറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓൺ ദ ബേസ് ഓഫ് മെത്തേഡ്
ഒന്നാമത് ഏതായിരുന്നു? റീബാലൻസിങ് ആയിരുന്നു. ഇവിടെ എന്താണ്? പ്രോപ്പർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തത് ലൈഫ് സൈക്കിൾ ഓർ ടാർഗറ്റ് ഡേറ്റ്. ഇവിടെ എന്താണ്? ഏജിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, ഇൻവെസ്റ്ററുടെ ഏജിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇവിടെ റിവിഷൻ സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യുക. ദെൻ സെക്ടർ റൊട്ടേഷൻ. സെക്ടർ റൊട്ടേഷനിൽ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മളൊരു പെർട്ടിക്കുലർ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അതിൻ്റെ പെർഫോമൻസിൽ വരുന്ന ചേഞ്ചിനനുസരിച്ച് നമ്മളെ പോർട്ട്ഫോളിയോ റിവൈസ് ചെയ്യുന്നതാണ് സെക്ടർ റൊട്ടേഷൻ. ഫോർ എക്സാമ്പിൾ, ഞാൻ ഹെൽത്ത് സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, ഞാൻ ഹെൽത്ത് സെക്ടറിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. പെട്ടെന്ന് എന്താണ് മാർക്കറ്റ് കണ്ടീഷൻസിൽ വന്ന ചേഞ്ചിനനുസരിച്ച് ഹെൽത്തിനേക്കാളും കുറച്ചും കൂടി ബെനിഫിറ്റ് എനിക്ക് എഡ്യൂക്കേഷൻ സെക്ടറിലുള്ള കമ്പനീസിൽ നിന്നാണ് എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കാം. ഓക്കെ, ഞാൻ ഹെൽത്ത് സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് ഹെൽത്ത് സെക്ടറിനേക്കാളും ബെനിഫിറ്റ് എനിക്ക് എഡ്യൂക്കേഷൻ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ഹെൽത്ത് സെക്ടറിൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ എഡ്യൂക്കേഷൻ സെക്ടറിലേക്ക് കൺവേർട്ട് ചെയ്യും, അല്ലേ? ഏതിലാണോ എനിക്ക് ബെനിഫിറ്റ് കിട്ടുന്നത് അതിലേക്ക് ഞാൻ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും, അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ ഒരു സെക്ടറിൽ നിന്ന് മറ്റൊരു സെക്ടറിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന സ്ട്രാറ്റജീനെയാണ് സെക്ടർ റൊട്ടേഷൻ എന്ന് പറയാം. ഓക്കെ, അഡ്ജസ്റ്റ് ദ പോർട്ട്ഫോളിയോ ഹോൾഡിംഗ് ബേസ്ഡ് ഓൺ ദി ആൻറ്റിസിപ്പേറ്റഡ് പെർഫോമൻസ് ഓഫ് സ്പെസിഫിക് സെക്ടർ ഓർ ഇൻഡസ്ട്രി. ഇവിടെ എന്താണ്? നമ്മൾ ഒരു പെർട്ടിക്കുലർ സെക്ടറിന് അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഇൻഡസ്ട്രീസിൻ്റെ പെർഫോമൻസിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്യുക? നമ്മൾ റിവിഷൻ അല്ലെങ്കിൽ റിവൈസ് ചെയ്യുന്നത്. നാളെ എഡ്യൂക്കേഷൻ സെക്ടറാണ് ബെറ്ററായിട്ട് പെർഫോം ചെയ്യുക എന്ന് ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ എൻ്റെ ഹെൽത്ത് സെക്ടറിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ ഞാൻ എഡ്യൂക്കേഷൻ സെക്ടറിലേക്ക് മാറ്റും. റൊട്ടേറ്റ്സ് ദ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ ടു സെക്ടർ എക്സ്പെക്റ്റഡ് ടു ഔട്ട് പെർഫോം ഇൻ ദ കറൻറ്റ് മാർക്കറ്റ് എൻവയോൺമെൻറ്റ്. എന്തിനാണ് ഇനി നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഫോർ ഔട്ട് പെർഫോം ദി മാർക്കറ്റ്. നമുക്ക് എന്ത് കിട്ടണം? മാക്സിമം റിട്ടേൺ കിട്ടണം. അപ്പോൾ ഏതിലാണോ കൂടുതൽ പെർഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്, അപ്പോൾ ആ ഒരു സെക്ടറിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ ഒരു സെക്ടറിൽ നിന്ന് മറ്റൊരു സെക്ടറിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് റൊട്ടേഷൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ട് വരുന്ന ആ ഒരു സ്ട്രാറ്റജിനെയാണ് നമ്മൾ സെക്ടർ റൊട്ടേഷൻ സ്ട്രാറ്റജി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ പോർട്ട്ഫോളിയോ റിവിഷൻ സ്ട്രാറ്റജീസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. മെയിനായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ആക്റ്റീവും പാസീവും. ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും, ഫ്രീക്വൻ്റ് ആയിട്ട് പോർട്ട്ഫോളിയോനെ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതേസമയം പാസീവ് ആണെങ്കിൽ മൈനർ ചേഞ്ച്, ഇൻഫ്രീക്വൻ്റ് ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാവുള്ളൂ. ആ ഇൻഫ്രീക്വൻ്റ് ആയിട്ടുള്ള ചേഞ്ച് തന്നെ ഒരു മൈനർ ചേഞ്ച് ആയിരിക്കും. ഒരു മേജർ ആയിട്ടൊന്നും നമുക്ക് ചേഞ്ചസ് നമ്മൾ പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരില്ല, മൈനർ ആയിട്ടുള്ള ചേഞ്ച് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതേപോലെ രണ്ട് മെത്തേഡും കൂടി അല്ലെങ്കിൽ രണ്ട് രീതിയിലും കൂടി നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തത് ബേസ്ഡ് ഓൺ ഫ്രീക്വൻസി, ബേസ്ഡ് ഓൺ മെത്തേഡും. ബേസ്ഡ് ഓൺ ഫ്രീക്വൻസിയിൽ നമുക്ക് ഒന്നാമത് വരുന്നതാണ് കണ്ടിന്യൂസ്. ആക്റ്റീവ് പറഞ്ഞ പോലെ തന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് ഡെയിലി ബേസിസിൽ വരെ ചേഞ്ച് വരുന്നതാണ് കണ്ടിന്യൂസ് മെത്തേഡ്. അത് കഴിഞ്ഞാൽ പീരിയോഡിക് ആണെന്നുണ്ടെങ്കിലോ ഒരു ഫിക്സഡ് പീരീഡ് ഉണ്ടായിരിക്കും, ഒന്നല്ലെങ്കിൽ ആനുവലി അല്ലെങ്കിൽ ക്വാർട്ടർലി അല്ലെങ്കിൽ സെമി ആനുവലി മന്ത്ലി. ആ ഒരു പീരീഡ് കഴിയുമ്പോൾ മാത്രമേ അവിടെ റിവിഷൻ കണ്ടക്ട് ചെയ്യുള്ളൂ. അതേപോലെ മൂന്നാമത് വരുന്നതാണ് ഇവൻറ്റ് സ്പെസിഫിക്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇവൻറ്റിനെ ബേസ് ചെയ്തിട്ട് മാത്രം റിവിഷൻ കണ്ടക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഇവൻറ്റ് സ്പെസിഫിക് സ്ട്രാറ്റജി എന്നാണ് പറയുക. ദെൻ ഓൺ ദ ബേസിസ് ഓഫ് മെത്തേഡ് നമുക്ക് ഇതേപോലെ മൂന്നെണ്ണം ഉണ്ട്. റീബാലൻസിങ്, ലൈഫ് സൈക്കിളിംഗ്, സെക്ടർ റൊട്ടേഷൻ. റീബാലൻസിങ് ആണെങ്കിൽ അവിടെ ഒരു പ്രോപ്പർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, അസറ്റ് അലോക്കേഷൻ്റെ പ്രോപ്പർ ബാലൻസ്. അപ്പോൾ അവിടെ ഓവർ പെർഫോമിംഗ് ആയിട്ടുള്ള അസറ്റ്സിനെ വിൽക്കുകയും അണ്ടർ പെർഫോമിംഗ് ആയിട്ടുള്ള അസറ്റ്സിനെ പർച്ചേസ് ചെയ്യുകയും ചെയ്യും ടു മെയിൻറ്റെയിൻ ദി ബാലൻസ്. ഇനി ലൈഫ് സൈക്കിളിലാണെങ്കിലോ ഏജ് ഓഫ് ദ ഇൻവെസ്റ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവിടെ റിവിഷൻ നടത്തുക. അപ്പോൾ ഒരു റിട്ടയർമെൻറ്റിലേക്ക് കടക്കുന്ന ഒരു ഏജിലുള്ള ഒരു ഇൻവെസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്താണ് കുറച്ചും കൂടിയൊക്കെ ഡിഫെൻസീവ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്ത് അല്ലെങ്കിൽ റിസ്ക് കുറവുള്ള രീതിയിലായിരിക്കും പോർട്ട്ഫോളിയോ റിവൈസ് ചെയ്യുക. ഇനി സെക്ടർ റൊട്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു സെക്ടറിൽ നിന്ന് മറ്റൊരു സെക്ടറിലേക്കുള്ള, ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് മറ്റൊരു ഇൻഡസ്ട്രിയിലേക്കുള്ള കൺവേർഷനാണ് ബേസ്ഡ് ഓൺ ദി പെർഫോമൻസ്. അവരുടെ പെർഫോമൻസ് നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ റിട്ടേൺ എൻഷുർ ചെയ്യുന്ന സെക്ടറിലേക്കുള്ള ഒരു ചേഞ്ച് ആണ് സെക്ടർ റൊട്ടേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പോർട്ട്ഫോളിയോ റിവിഷൻ സ്ട്രാറ്റജീസിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ടോപ്പിക്കിൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പോർട്ട്ഫോളിയോ റിവിഷൻ എന്താണെന്ന് നോക്കി, പോർട്ട്ഫോളിയോ റിവിഷനിൽ വരുന്ന കൺസ്ട്രെയിൻസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ നീഡ്സ് ഫോർ പോർട്ട്ഫോളിയോ റിവിഷൻ എന്താണെന്ന് നോക്കി, പോർട്ട്ഫോളിയോ റിവിഷൻ സ്ട്രാറ്റജീസ് ഏതൊക്കെയാണെന്ന് നോക്കി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പോർട്ട്ഫോളിയോ റിവിഷൻ?
Option A, adjusting the existing portfolio to maximize risk. Adjusting the existing portfolio to maximize return with the minimum risk. Changing the portfolio without considering risk or return. Ignoring the existing portfolio. ഇതാണ് correct answer. Option B ആണ് correct answer അല്ലേ. Adjusting the existing portfolio to maximize return with minimum risk. ഇവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ existing portfolioനെ adjust ചെയ്ത് മാക്സിമം റിട്ടേൺ കിട്ടുക അറ്റ് എ മിനിമം ലെവൽ ഓഫ് റിസ്ക് എന്നുള്ള ഒരു എയിമിലാണ് നമ്മൾ പോർട്ട്ഫോളിയോ റിവൈസ് ചെയ്യുക. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. Then the next question, which of the following is not a reason for portfolio revision? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് പോർട്ട്ഫോളിയോ റിവിഷൻ്റെ റീസൺ അല്ലാത്തത്? ചേഞ്ച് ഇൻ മാർക്കറ്റ് കണ്ടീഷൻ, അണ്ടർ പെർഫോമൻസ് ഓഫ് സർട്ടീൻ അസറ്റ്, നോ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, ഷിഫ്റ്റ് ഇൻ ഇൻവെസ്റ്റേഴ്സ് ഗോൾ. ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. മാർക്കറ്റ് കണ്ടീഷനിൽ വരുന്ന ചേഞ്ച് നമ്മളെ പോർട്ട്ഫോളിയോ റിവിഷനിലേക്ക് ലീഡ് ചെയ്യും. അണ്ടർ പെർഫോമൻസ് ഓഫ് സർട്ടൈൻ അസറ്റ്സ് നമ്മളെ ലീഡ് ചെയ്യും എന്തിലേക്ക്? നമ്മുടെ പോർട്ട്ഫോളിയോ റിവിഷനിലേക്ക് ലീഡ് ചെയ്യും. ഷിഫ്റ്റ് ഇൻ ഇൻവെസ്റ്റർ ഗോളും പോർട്ട്ഫോളിയോ റിവിഷനിലേക്ക് ലീഡ് ചെയ്യും. അപ്പോൾ റീസൺ അല്ലാത്തത് ഏത് മാത്രമാണ്? നോ ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ എന്തിലേക്ക് ലീഡ് ചെയ്യാറുണ്ട്? പോർട്ട്ഫോളിയോ റിവിഷനിലേക്ക് ലീഡ് ചെയ്യാറുണ്ട്. Then the next question, what are the factors that influence portfolio revision? Portfolio revision influence ചെയ്യുന്ന factors എന്തൊക്കെയാണ്? Change in investment goal, change in transaction cost, change in market performance, change in portfolio strength. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, തന്നിട്ടുള്ളതിൽ ഏതാണ് നമ്മുടെ പോർട്ട്ഫോളിയോ റിവിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ എന്നുള്ളതാണ് ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഗോള്, ചേഞ്ച് ഇൻ ട്രാൻസാക്ഷൻ കോസ്റ്റ്. അതൊക്കെ കൺസ്ട്രെയിൻ ആണ്. ഓക്കെ, ഇതിൽ മെയിനായിട്ട് ഇൻവെസ്റ്ററിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, പോർട്ട്ഫോളിയോ റിവിഷന് വേണ്ടിയിട്ട് ഇൻവെസ്റ്ററിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം ഇൻവെസ്റ്റ്മെൻറ്റ് ഗോളിൽ വരുന്ന ചേഞ്ച് ആണ്. ഓക്കെ, വാട്ട് കൺസ്ട്രെയിൻ മൈറ്റ് ഹിൻഡർ ഫ്രീക്വൻറ്റ് പോർട്ട്ഫോളിയോ റിവിഷൻ? പോർട്ട്ഫോളിയോ റിവിഷനിൽ വരുന്ന കൺസ്ട്രെയിൻ ഏതാണെന്നുള്ളതാണ്. ഹയർ ടാക്സ് ഓൺ ലോങ് ടേം ക്യാപിറ്റൽ, ലോവർ ട്രാൻസാക്ഷൻ കോസ്റ്റ്, സ്റ്റാറ്റ്യൂട്ടറി സ്റ്റിപ്പുലേഷൻ, ഫ്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. ഹയർ ടാക്സ് ഓൺ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് ഇതിൽ വരുന്ന ഒരു കൺസ്ട്രെയിൻ. ലോവർ അല്ല, ഹയർ ട്രാൻസാക്ഷൻ കോസ്റ്റ് ആണ് കൺസ്ട്രെയിൻ. സ്റ്റാറ്റ്യൂട്ടറി സ്റ്റിപ്പുലേഷൻ. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സ്റ്റാറ്റ്യൂട്ടറി സ്റ്റിപ്പുലേഷൻസ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, then the next question, what is the purpose of passive revision strategy? Passive revision strategy purpose എന്താണ്? Frequent adjustment to the portfolio, minor and infrequent adjustment to the portfolio, adjustment triggered by specific event, adjusting based on market condition. എന്താണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. മൈനർ ആൻഡ് ഇൻഫ്രീക്വൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ടു ദി പോർട്ട്ഫോളിയോ. പാസീവ് അല്ലേ, അപ്പോൾ മൈനർ ആൻഡ് ഇൻഫ്രീക്വൻ്റ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. ഓക്കെ, then the next question, which revision strategy involves adjusting portfolio holding based on anticipated performance of specific sector? സ്പെസിഫിക് സെക്ടറിൻ്റെ ആൻറ്റിസിപ്പേറ്റഡ് പെർഫോമൻസിനെ ബേസ് ചെയ്ത് വരുന്ന പോർട്ട്ഫോളിയോ റിവിഷൻ സ്ട്രാറ്റജി ഏതാണ്? സെക്ടർ റൊട്ടേഷൻ സ്ട്രാറ്റജി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരിക, സെക്ടർ റൊട്ടേഷൻ സ്ട്രാറ്റജി. Then the next question, which constraint might hinder frequent portfolio revision? Frequent ആയിട്ടുള്ള പോർട്ട്ഫോളിയോ റിവിഷന് ഹിൻഡ്രൻസ് ആയിട്ട് വരുന്ന ഇതേതാണെന്നുള്ളതാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് നേരത്തെ വന്നു, സ്റ്റാറ്റ്യൂട്ടറി സ്റ്റിപ്പുലേഷൻ ആണ് കേട്ടോ, റിപ്പീറ്റഡ് ആയിട്ട് വന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി സ്റ്റാറ്റ്യൂട്ടറി സ്റ്റിപ്പുലേഷൻ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, വിച്ച് റിവിഷൻ സ്ട്രാറ്റജി ഇൻവോൾവ്സ് അഡ്ജസ്റ്റിംഗ് പോർട്ട്ഫോളിയോ ഹോൾഡിംഗ്സ് ബേസ്ഡ് ഓൺ ആൻറ്റിസിപ്പേറ്റഡ് പെർഫോമൻസ് ഓഫ് സ്പെസിഫിക് സെക്ടർ? ഏതാണ്? സെക്ടർ റൊട്ടേഷൻ സ്ട്രാറ്റജി. Which strategy involves adjusting portfolio holding based on an investor's age and timing to retirement? ഒരു ഇൻവെസ്റ്ററുടെ ഏജിനെയും ടൈമിംഗ് ഓഫ് റിട്ടയർമെൻറ്റിൻ്റെയും ബേസിസിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന പോർട്ട്ഫോളിയോ ഹോൾഡിംഗ് ഏതാണ് പോർട്ട്ഫോളിയോ റിവിഷൻ? ലൈഫ് സൈക്കിൾ ഓർ ടാർഗറ്റ് ഡേറ്റ്. ഓക്കെ, ലൈഫ് സൈക്കിൾ ഓർ ടാർഗറ്റ് ഡേറ്റ് സ്ട്രാറ്റജിയാണ് ഒരു ഇൻവെസ്റ്ററുടെ ഏജിനെ അല്ലെങ്കിൽ അയാളുടെ റിട്ടയർമെൻറ്റിനെ ബേസ് ചെയ്തിട്ട് വരുന്നത്. What type of revision involves frequent adjustments to the portfolio based on short-term market condition? ഏതാണ് ഷോർട്ട് ടേം മാർക്കറ്റ് കണ്ടീഷൻ്റെ ബേസിസിൽ ഫ്രീക്വൻ്റ് ആയിട്ട് പോർട്ട്ഫോളിയോനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിവൈസ് ചെയ്യുന്നത്? കണ്ടിന്യൂസ് ആണോ, പീരിയോഡിക് ആണോ, ഇവൻറ്റ് സ്പെസിഫിക് ആണോ, സെക്ടർ റൊട്ടേഷൻ ആണോ? ഏതാണ് ആൻസർ? കണ്ടിന്യൂസ് ഓർ ഡൈനാമിക്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, കണ്ടിന്യൂസ് ഓർ ഡൈനാമിക് ആണ് ഷോർട്ട് ടേം മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് ഫ്രീക്വൻറ്റ് ചേഞ്ചസ് കൊണ്ടുവരുന്ന റിവിഷൻ സ്ട്രാറ്റജി.
Then which revision strategy involves minor and infrequent adjustments to the portfolio over time? Minor and infrequent ആയിട്ടുള്ള adjustments കൊണ്ടുവരുന്നത് ഏതാണ്? Passive revision strategy. Option D ആണ് correct answer. Which of the following is the correct statement? താഴെ തന്നിട്ടുള്ളതിൽ correct ആയിട്ടുള്ള statement ഏതാണെന്നുള്ളതാണ്. Option A, portfolio revision does not involve changing the type of investment held or the proportion of funds allocated to each. Then the second one, portfolio upgrading involves adding new securities to the portfolio without removing existing one. C, option portfolio revision involves adjusting the existing portfolio to maximize return with the minimum risk. Portfolio revision is only necessary when there is a significant change in market condition. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ? കാരണം എന്താ, ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റിൽ എന്താ പറയണേ? ഡസ് നോട്ട് ഇൻവോൾവ് ചേഞ്ചിങ് ദ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ചേഞ്ചിങ് ദ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻവോൾവ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അത് ശരിയല്ല. പോർട്ട്ഫോളിയോ റിവിഷനിൽ എന്താണ്? ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ചേഞ്ച് ആവാം അല്ലേ? നമുക്ക് ചിലപ്പോൾ ഷെയറിൽ നിന്ന് ഡിബഞ്ചറിലേക്കാവാം, ഡിബഞ്ചറിൽ നിന്ന് ഷെയറിലേക്കാവാം. അങ്ങനെ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ചേഞ്ച് ചെയ്യാം. പിന്നെ പോർട്ട്ഫോളിയോ അപ്ഗ്രേഡിങ് ഇൻവോൾവ്സ് ആഡിങ് ന്യൂ സെക്യൂരിറ്റീസ് വിത്തൗട്ട് റിമൂവിങ് എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് ആഡ് ചെയ്യാം, റിമൂവ് ചെയ്യുകയും ചെയ്യാം. ദെൻ ഡിയിൽ എന്താണ് പറയുന്നത്? പോർട്ട്ഫോളിയോ റിവിഷൻ ഈസ് ഓൺലി നെസസറി വെൻ ദർ ഇസ് എ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് ഇൻ മാർക്കറ്റ് കണ്ടീഷൻ. മാർക്കറ്റ് കണ്ടീഷനിൽ ചേഞ്ച് വരുമ്പോൾ മാത്രമല്ല പോർട്ട്ഫോളിയോ റിവൈസ് ചെയ്യുക, പല ഫാക്ടേഴ്സും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം. അപ്പോൾ തന്നിട്ടുള്ളതിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. വിച്ച് ഈസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ ബിലോ? താഴെ തന്നിട്ടുള്ളതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നുള്ളതാണ്. Portfolio manager evaluates portfolios to identify strength and weakness and develop better management strategy. Portfolio evaluation involves comparing returns earned on a portfolio with returns on a benchmark portfolio. Sector rotation strategy involves adjusting portfolio holdings based on anticipated performance of specific sector. Tax laws do not influence portfolio revision strategy. തന്നിട്ടുള്ളതിൽ ഏതാണ് ഇൻകറക്റ്റ്? ഓപ്ഷൻ ഡി ആണ് ഇൻകറക്റ്റ് അല്ലേ? ടാക്സ് ലോ എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യും? പോർട്ട്ഫോളിയോ റിവിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ടാക്സ് എന്താണ്? ഒരു കൺസ്ട്രെയിൻ്റ് ആണ്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിന് കൂടുതൽ ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ പലപ്പോഴും പോർട്ട്ഫോളിയോ റിവിഷനിൽ പലപ്പോഴും സെക്യൂരിറ്റി 12 months പോലും നമ്മൾ ഹോൾഡ് ചെയ്യണം എന്നില്ല. അപ്പോൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ ഹൈ ടാക്സ് ഇവിടെ നമുക്ക് എന്താണ് ഒരു ഹിൻഡ്രൻസ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. കാരണം ടാക്സ് ലോസ് ഇൻഫ്ലുവൻസ് പോർട്ട്ഫോളിയോ റിവിഷൻ എന്നുള്ളതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, വിച്ച് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ ബിലോ? Portfolio evaluation is one-time process conducted at the beginning of the portfolio management. Portfolio upgrading involves removing existing securities from the portfolio. Managed portfolios are commonly known as hedge fund. Rebalancing strategies involves adjusting portfolio holding based on an investor's age and timing to retirement. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, കാരണം എന്താണ്? റീബാലൻസിങ് സ്ട്രാറ്റജീസിൽ എന്താണ് പറയുന്നത്? ഏജിനനുസരിച്ചുള്ളതാണോ? അല്ല, ഇൻവെസ്റ്ററുടെ ഏജ് ആൻഡ് ടൈമിംഗ് ടു റിട്ടയർമെൻറ്റ് അല്ല റീബാലൻസിങ്ങിൽ പറയുന്നത്. അത് ലൈഫ് സൈക്കിളിലാണ്. റീബാലൻസിങ്ങിൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. പോർട്ട്ഫോളിയോ അപ്ഗ്രേഡിംഗ് ഇൻവോൾവ്സ് റിമൂവിങ് എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസ് ഫ്രം ദി പോർട്ട്ഫോളിയോ. പോർട്ട്ഫോളിയോ അപ്ഗ്രേഡിങ്ങിൽ എന്തും ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്? റിമൂവ് ചെയ്യുക, എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്ന കാര്യം പോർട്ട്ഫോളിയോ അപ്ഗ്രേഡേഷനിൽ വരുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. വിച്ച് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ ബിലോ? താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? സ്റ്റേറ്റ്മെൻറ്റ് 1, ചേഞ്ച് ഇൻ ടാക്സ് ലോസ് ലീഡ്സ് ടു പോർട്ട്ഫോളിയോ റിവിഷൻ. സ്റ്റേറ്റ്മെൻറ്റ് 2, ചേഞ്ച് ഇൻ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, റിമൂവൽ ഓഫ് വൺ കമ്പനി ഫ്രം പോർട്ട്ഫോളിയോ ആൻഡ് അഡീഷൻ ഓഫ് ന്യൂ കമ്പനീസ് ഓർ കംപ്ലീറ്റ്ലി റിമൂവിംഗ് വൺ സെക്ടർ ആർ പാർട്ട് ഓഫ് പോർട്ട്ഫോളിയോ റിവിഷൻ. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. ചേഞ്ച് ഇൻ ടാക്സ് ലോസ് ലീഡ്സ് ടു പോർട്ട്ഫോളിയോ റിവിഷൻ കറക്റ്റ് ആണോ? കറക്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ടാക്സ് ലോയിൽ വരുന്ന ചേഞ്ച് പോർട്ട്ഫോളിയോ റിവിഷനിലേക്ക് ലീഡ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ പോർട്ട്ഫോളിയോ റിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ചേഞ്ച് വരാം, റിമൂവൽ ഓഫ് വൺ കമ്പനി ആൻഡ് ആഡിങ് ഓഫ് അനദർ കമ്പനി ആവാം, കംപ്ലീറ്റ്ലി റിമൂവിങ് വൺ സെക്ടർ ആവാം. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റ് ആണ്. അപ്പോൾ ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് പോർട്ട്ഫോളിയോ റിവിഷൻ? പോർട്ട്ഫോളിയോ റിവിഷൻ്റെ പ്രൈമറി പർപ്പസ് എന്താ? ടു ഇൻക്രീസ് റിസ്ക്, ടു ഡിക്രീസ് റിസ്ക്, ടു മെയിൻറ്റെയിൻ റിസ്ക്, ടു ഇഗ്നോർ റിസ്ക്. എന്താണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ടു ഡിക്രീസ് ദ റിസ്ക് അല്ലെ? ഡിക്രീസ് ദ റിസ്ക് ആൻഡ് ഇൻക്രീസ് ദി റിട്ടേൺ.
Okay, next question. Which of the following is not a factor to consider when revising a portfolio? Okay, ഇതിലേത് ഫാക്ടറാണ് കൺസിഡർ ചെയ്യാത്തത്? കറണ്ട് എക്കണോമിക് കണ്ടീഷൻ, ഇൻവെസ്റ്റേഴ്സ് റിസ്ക്, പൊളിറ്റിക്കൽ അഫിലിയേഷൻ, ഇൻവെസ്റ്റ്മെന്റ് ഗോൾസ്. ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. പൊളിറ്റിക്കൽ അഫിലിയേഷൻ. ഓക്കെ, പൊളിറ്റിക്കൽ അഫിലിയേഷൻ ആണ് ഇതിൽ കൺസിഡർ ചെയ്യാത്ത ഫാക്ടർ. ഓക്കെ, then the next question, in portfolio revision what does the term asset allocation refers to? Asset allocation എന്ന് പറയുന്ന ടേം എന്താണ് മീൻ ചെയ്യുന്നത്? ടൈമിംഗ് ഓഫ് മാർക്കറ്റ് എൻട്രി, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അക്രോസ് അസറ്റ് ക്ലാസ്, റേഷ്യോ ഓഫ് സ്റ്റോക്ക് ടു ബോൺസ്, നമ്പർ ഓഫ് ട്രേഡ്സ് എക്സിക്യൂട്ടഡ്. ഏതാണ് അസറ്റ് ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അസറ്റ് അലോക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അക്രോസ് അസറ്റ് ക്ലാസ്. അതായത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ആ 1 ലക്ഷം രൂപേനെ ഞാൻ ഏതൊക്കെ സെക്യൂരിറ്റീസിൽ അല്ലെങ്കിൽ ഏതൊക്കെ അസറ്റ് ക്ലാസ്സുകളിലേക്കാണ് ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഷെയർ ഉണ്ടാവാം, ഷെയറിൽ തന്നെ ഇക്വിറ്റി ഉണ്ടാവാം, പ്രിഫറൻസ് ഉണ്ടാവാം, ബോൺസ് ഉണ്ടാവാം, ഡിബഞ്ചർ ഉണ്ടാവാം. അപ്പോൾ ഏതിലേക്കൊക്കെയാണ് ഞാൻ എൻ്റെ കയ്യിലുള്ള ഫണ്ടിനെ അലോക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അസറ്റ് അലോക്കേഷൻ്റെ വരിക. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അക്രോസ് asset classes. Okay, which of the following is a potential risk of not revising portfolio regularly? Portfolio regular ആയിട്ട് റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന റിസ്ക്: ഹയർ റിട്ടേൺ, ലോവർ ടാക്സ്, പോർട്ട്ഫോളിയോ ബിക്കം അൺബാലൻസ്ഡ്, ഡിക്രീസ്ഡ് മാർക്കറ്റ് വോളറ്റിലിറ്റി. ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. പോർട്ട്ഫോളിയോ ബിക്കം അൺബാലൻസ്ഡ്. പലപ്പോഴും എന്താവും? ആ ഒരു ബാലൻസിങ് നമുക്ക് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉള്ള ഒരു ബാലൻസ് ആയിരിക്കില്ല. ചിലത് ഔട്ട് പെർഫോം ആവും, ചിലത് അണ്ടർ പെർഫോം ആവും. അപ്പോൾ ആ ഒരു ബാലൻസ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ റിവിഷൻ റെഗുലറായിട്ട് നമ്മൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ പോർട്ട്ഫോളിയോ റിവിഷൻ റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ പോർട്ട്ഫോളിയോ റിവിഷൻ എന്താണെന്നും പോർട്ട്ഫോളിയോ റിവിഷൻ്റെ മെയിനായിട്ട് അതിലേക്ക് ലീഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതും, പോർട്ട്ഫോളിയോ റിവിഷൻ സ്ട്രാറ്റജീസ് ആക്റ്റീവ്, പാസീവ്, അതേപോലെ തന്നെ ബേസ്ഡ് ഓൺ ഫ്രീക്വൻസി നമുക്ക് കണ്ടിന്യൂസ്, പീരിയോഡിക്, ഇവൻറ്റ്, ഓൺ ദ ബേസ് ഓഫ് മെത്തേഡ് നമുക്ക് എന്തൊക്കെയുണ്ട്? ലൈഫ് സൈക്കിൾ ഉണ്ട്. അതേപോലെ ഏജിൻ്റെ ബേസിസിൽ എന്താണ്? ലൈഫ് സൈക്കിൾ, ടാർഗറ്റ് ഉണ്ട്. അതേപോലെ നമുക്ക് എന്തൊക്കെ വരുന്നുണ്ട്? ഡിഫറെൻ്റ് ആയിട്ടുള്ള സെക്ടർ റൊട്ടേഷൻ, ഒരു സെക്ടറിൽ നിന്ന് മറ്റൊരു സെക്ടറിലേക്കുള്ള റൊട്ടേഷൻ, റീബാലൻസിങ് തുടങ്ങിയ സ്ട്രാറ്റജീസും നമുക്ക് എന്തിൽ വരുന്നുണ്ട്? പോർട്ട്ഫോളിയോ റിവിഷനിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പോർട്ട്ഫോളിയോ റിവിഷൻ ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. താങ്ക് യു.